പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPI ഭിന്നത വീണ്ടും രൂക്ഷമാകുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് റവന്യൂ മന്ത്രിയും കാനവും. പാപ്പാത്തിച്ചോലയിൽ പൊളിച്ചത് ത്യാഗത്തിന്റെ കുരിശല്ല, കള്ളന്റെ കുരിശെന്ന് കാനം. ആ കുരിശ് ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്ന കള്ളന്റെ കുരിശാണ്. കുരിശു പൊളിച്ചതിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ വകുപ്പ് കൈവശമുള്ളവർ തെളിയിക്കട്ടെ എന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. CPIക്കെതിരെ മന്ത്രി MM മണി. മുഖ്യമന്ത്രി ആക്രമിക്കാൻ അനുവദിക്കില്ല. ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചോദ്യം ചെയ്യും. ഞങ്ങൾക്കുണ്ട്. മാണി ഗ്രൂപ്പിനെ ഇടതുമുന്നണിയിലെത്തിക്കാൻ നീക്കം സജീവം. മധ്യസ്ഥ നീക്കവുമായി സ്കറിയ തോമസ്. എതിർപ്പുമായി ഒരു വിഭാഗം മാണി ഗ്രൂപ്പ് MLA മാർ. തീരുമാനം കേരള കോൺഗ്രസ് എടുക്കട്ടെ എന്ന് രമേശ് ചെന്നിത്തല. പണിമുടക്കുകളിൽ പൊറുതിമുട്ടി ജനം. റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക്. വ്യാപാരികളുടെ അനിശ്ചിതകാല സമരത്തെ എതിർത്ത് ഭക്ഷ്യമന്ത്രി. ഡബിൾ ഡ്യൂട്ടി അവസാനിപ്പിച്ചതിനെതിരെ KSRTCയിൽ പണിമുടക്ക്. സമരക്കാരുമായി മന്ത്രി നാളെ ചർച്ച നടത്തും. പാചകവാതക ട്രക്ക് തൊഴിലാളികൾ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. പൂരപ്രേമികൾക്ക് ആശ്വസിക്കാം. തൃശൂർ പൂരത്തിലെ പരമ്പരാഗത വെടിക്കെട്ടിന് ഉപാധികളോടെ അനുമതി. വെടിക്കെട്ടിൽ പൊട്ടാസ്യം ക്ലോറൈറ്റ് നിരോധിച്ചു. ഡൈനാമിറ്റിനും അനുമതിയില്ല. ഗുണ്ട്, ഓലപ്പടക്കം, അമിട്ട്, കുഴിമിന്നൽ എന്നിവയ്ക്ക് അനുമതി. സുപ്രീം കോടതിയിൽ സെൻകുമാറിന്റെ നാടകീയ നീക്കം. കോടതിയലക്ഷ്യ ഹർജിയിൽ നിന്നും അവസാന നിമിഷം പിൻവാങ്ങി. അഭിഭാഷകന്റെ പിന്മാറ്റം കോടതിയിൽ എത്തിയ ശേഷം. തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി വോട്ടു പിടിച്ചയാളാണ് സെൻകുമാർ എന്ന് മന്ത്രി G സുധാകരൻ. വീണ്ടും പാക് പ്രകോപനം. വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ മൃതദേഹം പാക് സൈന്യം വികൃതമാക്കി. പാക് ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ. അതിർത്തിയിൽ പാക് സൈന്യത്തിന്റെ വെടിവെപ്പ്. പൂഞ്ചാക്രമണത്തിൽ മരിച്ചത് 2 ജവാന്മാർ. കശ്മീരിൽ ബാങ്ക് വാഹനത്തിന് നേരെ ആക്രമണം. പോലീസുകാരടക്കം 7 പേർ മരിച്ചു. മാണിയെ ഇടതുമുന്നണി നോട്ടമിടുന്നുണ്ടോ? ഇടതുമുന്നണി പ്രവേശനത്തിനുള്ള കേരള കോൺഗ്രസ് നീക്കത്തിനെതിരെ മാണി ഗ്രൂപ്പിൽ പ്രതിഷേധം ശക്തമാകുന്നു. മോൻസ് ജോസഫ്, റോഷി അഗസ്റ്റിൻ, CF തോമസ് എന്നിവർ മുന്നണിയുമായി യോജിക്കുന്നതിനെ എതിർക്കുകയാണ്. കർഷക കൂട്ടായ്മയുടെ പേരിൽ സ്കറിയ തോമസ് ആണ് മാണി ഗ്രൂപ്പിനെ ഇടതുമുന്നണിയിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി ജേക്കബ് വിഭാഗങ്ങൾ, കാഞ്ഞിരപ്പള്ളിയിലെ മുൻ കോൺഗ്രസ് MLA ജോർജ് J. മാത്യു, കത്തോലിക്ക സഭയുടെ കർഷക സംഘടന ഇൻഫാം എന്നിവരെയെല്ലാം ഉൾപ്പെടുത്തിയാണ് പുതിയ കർഷക കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത്. ഇടതുമുന്നണിയുടെ ഭാഗമായ സ്കറിയ തോമസ് ആണ് പുതിയ കൂട്ടായ്മയ്ക്ക് പിന്നിൽ. കർഷക ഐക്യമാണ് ഉന്നയിക്കുന്നതെങ്കിലും മാണി ഗ്രൂപ്പിനെ ഇടതുമുന്നണിയുമായി അടുപ്പിക്കുകയാണ് ലക്ഷ്യം. എന്നാൽ പുതിയ നീക്കത്തോട് മാണി ഗ്രൂപ്പിൽ തന്നെ ഭിന്നത ശക്തിപ്പെട്ടു കഴിഞ്ഞു. മോൻസ് ജോസഫ്, റോഷി അഗസ്റ്റിൻ, CF തോമസ് തുടങ്ങിയവർക്ക് പുതിയ നീക്കത്തോട് യോജിപ്പില്ല. കർഷക കൂട്ടായ്മയ്ക്ക് രാഷ്ട്രീയ മുഖം വേണ്ടെന്ന നിലപാടിലാണിവർ. ജേക്കബ് ഗ്രൂപ്പിലെ ജോണി നെല്ലൂർ പുതിയ നീക്കത്തിനൊപ്പമുണ്ടെങ്കിലും അനൂപ് ജേക്കബ് ഇടതുമുന്നണിയുമായി അടുക്കുന്നതിനെ എതിർക്കുന്നു. ചുരുക്കത്തിൽ CPM അനുമതിയോടെ സ്കറിയ തോമസ് നടത്തിയ നീക്കം വഴിമുട്ടുകയാണ്. മുമ്പ് UDF നേതാക്കൾ ഒന്നടങ്കം മുന്നണിയിലേക്ക് KM മാണിയെ തിരിച്ചു ക്ഷണിച്ചിട്ടും മാണി അനുകൂലമായി പ്രതികരിക്കാത്തത് ഈ നീക്കം മുന്നിൽ കണ്ടായിരുന്നു. KM മാണിയോട് നേരത്തെ തന്നെ CPMന് മൃദു സമീപനമാണെങ്കിലും LDF പ്രവേശനം എളുപ്പമാവില്ല. CPI മാണിയെ ശക്തമായി എതിർക്കും. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് CPM നേതൃത്വം നേരിട്ട് ഇടപെടാതെ കൂടിയാലോചനകൾ നടത്തിയത്. വീണ്ടും മാണിയുടെ LDF പ്രവേശനം ചർച്ചയാക്കുന്നതിലൂടെ CPM ലക്ഷ്യമിടുന്ന പലതുണ്ട്. മാണിയുടെ UDFിലേക്കുള്ള തിരിച്ചുപോക്കിനും BJPയുമായി സഹകരിക്കാനുള്ള സാധ്യതയ്ക്കും തൽക്കാലത്തേക്കെങ്കിലും തടയിടാം. ഇതുവഴി കത്തോലിക്ക സഭയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താം. BJP സ്വാധീനം സംസ്ഥാനത്ത് ശക്തിപ്പെടുന്നതുകൂടി മുന്നിൽ കണ്ടാണ് പുതിയ നീക്കമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. ഏതായാലും അത്ര എളുപ്പമുള്ളൊരു ദൗത്യമല്ല സ്കറിയ തോമസ് ഏറ്റെടുത്തിരിക്കുന്നത്. സ്കറിയ തോമസ് സ്വയം ഏറ്റെടുത്തതാണോ അതോ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ സ്കറിയയെ അക്കാര്യം ഏൽപ്പിച്ചതാണോ എന്നതാണ് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഭരണത്തിലിരുന്നിട്ടും CPMനോട് എന്തുകൊണ്ടാണ് മാണി ഗ്രൂപ്പിലെ MLA മാർക്ക് ഇത്രമേൽ അനിഷ്ടം എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മാണി ഗ്രൂപ്പിൽ മോൻസ് ജോസഫ് അടക്കം റോഷി അഗസ്റ്റിൻ അടക്കമുള്ള MLA മാരാണ് ഈ നിലയിൽ
ഇത്തരമൊരു നീക്കത്തിന് താല്പര്യമില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചർച്ചയിൽ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് തന്നെ പറയണം എന്നാണ് ശ്രീ ആന്റണി രാജുവിൻ്റെ ആവശ്യം. സ്വാഭാവികമായും ആ പാർട്ടിയുടെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ അത് അനിവാര്യവുമാണ്. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ജേക്കബ് ജോർജ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് നമ്മൾക്കൊപ്പം ചേരുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഞാൻ ഈ പറഞ്ഞതുപോലെ സ്കറിയ തോമസിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ദൗത്യം അല്ലെങ്കിൽ കൊട്ടേഷൻ എന്തു ആവട്ടെ, അത് അദ്ദേഹം സ്വയം ഏറ്റെടുത്തതാണോ അതോ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായ സാധ്യത തേടലാണോ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ CPM-ലെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന്? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും അത്തരമൊരു വലിയ ചർച്ചയുണ്ടായിരുന്നു. മാണി ഇടതുമുന്നണിയിലേക്ക് പോകും. അന്നും MLA-മാരുടെ എതിർപ്പാണ് അത്തരമൊരു ആലോചനകൾക്ക് തടസ്സമായി അന്നും വന്നത്. ഇപ്പോഴെന്താണ് സംഭവം? ശരത്തെ, ഈ സ്കറിയ തോമസ് ഇടതുമുന്നണിയിലുണ്ടെന്ന് വല്ലപ്പോഴും അറിയുന്നത് ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ്. കാരണം അദ്ദേഹം ഒരു നല്ലവനാണ്, നമുക്കറിയാം, നല്ലവനാണ്, നല്ല ഒരു വ്യക്തിത്വമൊക്കെ ഉണ്ട്. മുമ്പ് MP ആയിരുന്നു. പക്ഷേ പ്രശ്നം അദ്ദേഹത്തിൻ്റെ കൂടെ ആളൊന്നുമില്ല. എന്നാൽ ഇടതുപക്ഷ മുന്നണിയിലെ ഒരു അംഗത്വമുള്ള ഇടതുപക്ഷ മുന്നണിയിൽ അംഗത്വമുള്ള കേരള കോൺഗ്രസിൻ്റെ നേതാവാണ് സ്കറിയ തോമസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി ഉണ്ടാവണമെങ്കിൽ കേരള കോൺഗ്രസ് നിന്ന് വലുതാകണമല്ലോ. ഇടതുമുന്നണിയിൽ തന്നെയുള്ള വേറൊരു പാർട്ടിയാണ് നമ്മുടെ ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജ് നേതൃത്വം കൊടുക്കുന്ന ആന്റണി രാജു ഒക്കെയുള്ള ഡോക്ടർ കെ.സി. ജോസഫ് ഒക്കെയുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അവർ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വന്നത്. പക്ഷേ അവരെ മുന്നണിയിലെ അംഗത്വം സഹകരണം മാത്രമേ കൊടുത്ത്, അതെ, സഹകരണമായിട്ടുള്ള സഹകരണ മുന്നണിയിലാണത്. അംഗത്വം കൊടുത്ത് അവരെ എടുത്തിട്ടില്ല. കാരണം ഒരു സഹകരണ മുന്നണി, അതെ. അപ്പോൾ ഇടതുപക്ഷത്ത് ഒരു കേരള കോൺഗ്രസ് മതി എന്നാണ് CPM നേതൃത്വത്തിൻ്റെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ നേതൃത്വത്തിൻ്റെ ഒക്കെ ഇത്. പക്ഷേ ഇവിടെ നല്ലൊരു രാഷ്ട്രീയമുള്ളത് CPI ഇടഞ്ഞു നിൽക്കുന്നു. അപ്പോൾ കേരള കോൺഗ്രസ് ഒരു ഘടകം, K മണി അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു നല്ല വിഭാഗം കൂടി ഇങ്ങോട്ട് വന്നു. ഒരു വലിയ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ ഉണ്ടാവുക അത്ര എളുപ്പമല്ല. എങ്കിലും തിയററ്റിക്കലി സ്പീക്കിംഗ് CPI ഇടഞ്ഞു നിൽക്കുമ്പോൾ അതിനെ ഒന്ന് ചെക്ക്മേറ്റ് ചെയ്യാൻ ഈ ഒരു നടപടി സഹായിക്കും. പക്ഷേ കേരള കോൺഗ്രസ് എങ്ങനെ വരും? മുഴുവനായിട്ടും വരുമോ? മുഴുവനായിട്ട് വരും എന്നുള്ളതിന് വരികയില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ഒരു നല്ലൊരു പങ്ക് UDF തന്നെ നിൽക്കും. ഇത് സ്കറിയ തോമസിൽ ആരംഭിച്ച് സ്കറിയ തോമസിൽ തന്നെ അവസാനിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിവരാം. ഇപ്പോൾ ഒരു ശ്രീ ആന്റണി രാജു ഒരു കർഷക കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ഇപ്പോൾ മാണി ജേക്കബ് വിഭാഗങ്ങൾ, കാഞ്ഞിരപ്പള്ളിയിലെ മുൻ കോൺഗ്രസ് MLA ജോർജ് എ. മാത്യു, കത്തോലിക്ക സഭയുടെ കർഷക സംഘടന, ഇതൊക്കെയുണ്ട്. പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായി, ഈ മുന്നണിയുടെ ഭാഗമായി സഹകരിച്ച് നിൽക്കുന്ന താങ്കളോ ഫ്രാൻസിസ് ജോർജോ ഒന്നും സ്കറിയ തോമസിൻ്റെ കണ്ണിൽ ഈ കർഷക കൂട്ടായ്മയിൽ പെട്ടിട്ടുമില്ല. അപ്പുറത്തും അല്ല ഇപ്പുറത്തും അല്ലാതെ നിൽക്കുന്ന മാണിസാറും കൂട്ടരുമാണ് സ്കറിയ തോമസിൻ്റെ കണ്ണിൽ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനായി കണ്ടെത്തിയത്. അത് ഏതെങ്കിലും തരത്തിൽ നിഷ്കളങ്കമായ ഒരു നീക്കമായി കാണാവുന്നതാണോ? സ്കറിയ തോമസിൻ്റെ മാത്രം ആഗ്രഹമാണോ ഇത്? അതോ ഇടതുമുന്നണിയിലേക്ക് പ്രബലനായ ഒരു നേതാവിനെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം, അത് വലിയൊരു രാഷ്ട്രീയവുമാണ്. സ്കറിയ തോമസ് മുൻപും ഇത്തരം ഒരു ആഗ്രഹമുള്ള ആളായിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. ആന്റണി രാജുവിൻ്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ എങ്ങനെയാണ്? ഈ കൂട്ടായ്മയുടെ വാർത്ത വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കൂട്ടായ്മയ്ക്കകത്തുനിന്നുള്ള ഭിന്നത വലിയ തോതിൽ തന്നെ വാർത്തയായിട്ടും പുറത്തു വരുന്നു. നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് തുടക്കം മുതലേ ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നറിയാം, ഇതൊരു വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയാണ്, അല്ലാതെ യോജിപ്പുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയല്ല. കാരണം ആരാ? സ്കറിയ, മാണി, പിന്നെ TM ജേക്കബിൻ്റെ പാർട്ടി ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനകത്ത് തന്നെ അനൂപ് ജേക്കബ് പറയുന്നു അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടെന്ന് ഒരു നേതാവ് പറഞ്ഞപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ പ്രസ്ഥാനമൊന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു അവിയൽ പരുവത്തിലാണ് തുടക്കം മുതലേ തന്നെ ഒരു ആശയക്കുഴപ്പത്തിൽ. അതുകൊണ്ടാണ് ഒരു വിരുദ്ധരുടെ മുന്നണി ആയതുകൊണ്ട് തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി ഒരു വിരുദ്ധരുടെ പാർട്ടി അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ മുന്നണി ഒരു വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ പോകില്ല എന്നല്ല നിശ്ചയമുള്ളതുകൊണ്ടാണ് ഞങ്ങളെ ക്ഷണിച്ചില്ല എന്ന് പറയേണ്ട. ചില ആൾ ഞങ്ങൾക്ക് സിഗ്നൽ തന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇതിനകത്തോട്ടില്ല. പക്ഷേ ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഇവിടെ രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മാണി ഗ്രൂപ്പ് ഒരു പ്രസ്ഥാനം ഇറക്കി. പക്ഷേ അതേസമയം തന്നെ മിനിറ്റുകൾക്ക് മുമ്പ് സ്കറിയ പറഞ്ഞെന്താ, ഇതിന് രാഷ്ട്രീയമുണ്ട്, മാണിക്ക് ഇടതുപക്ഷ മുന്നണി അയിത്തമല്ല, മാണിയെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയാൽ, LDF ചുമതലപ്പെടുത്തിയാൽ ഞാൻ പോയി ശരിപ്പെടുത്തി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ കാണുന്നത് എന്താ, അപ്പോൾ തന്നെ അപശബ്ദം മാണിക്കകത്തുനിന്ന് വന്നു. അതിനകത്തുള്ള ബഹുഭൂരിപക്ഷ MLA-മാർ ഈ പരിപാടിക്ക് ഞങ്ങളില്ല എന്നുള്ള രീതിയിലുള്ള വാർത്ത ന്യൂസ് 18-ൻ്റെ തന്നെ ഞാൻ പറഞ്ഞാൽ പറയും ഇത് ആന്റണി രാജു ഇത് അസൂയ കൊണ്ട് പറയുന്നതെന്ന് പറയും. പക്ഷേ
ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വാർത്ത പുറത്തു വന്ന സ്ഥിതിക്ക് ഇതൊന്നും നടക്കാൻ പോകുന്ന അല്ല, ഞാൻ ഒരു കാര്യം കൂടി ആന്റണി രാജു, വ്യക്തിപരമായി എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ചോദിക്കട്ടെ. സ്കറിയ തോമസ് ഈ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണോ? നിങ്ങളൊക്കെ സഹകരിച്ചിട്ടുമൊക്കെ ഉണ്ടല്ലോ, അക്കാലത്തും ഈ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ആന്റണി രാജുവിൻ്റെ ഞാൻ തുറന്നു പറയാം, സ്കറിയ തോമസ് വളരെ കാലമായി, കാരണം സ്കറിയ തോമസിന് അവിടെ ഒരു സ്പേസ് വളരെ കുറവാണ്. കാരണം PC തോമസ്, സ്കറിയ തോമസ് ഉൾപ്പെടെയുള്ള ആളുകളുള്ള ഒരു പാർട്ടി ആയിരുന്നല്ലോ, PC തോമസിൻ്റെ പാർട്ടി ആയിരുന്നല്ലോ. അതിനകത്ത് നിന്ന് PC തോമസിനെ ചാടിച്ചിട്ടാണല്ലോ സ്കറിയ ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ സ്കറിയയ്ക്ക് തന്നെ അറിയാം സ്കറിയയുടെ ആരുമില്ല, ഒരു സീറ്റ് സ്കറിയയ്ക്ക് ഇങ്ങനെ കൊടുത്തു. അപ്പോൾ സ്കറിയയ്ക്കിനെ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷേ സ്കറിയയ്ക്ക് അതിനകത്തൊരു വലിയൊരു വോയിസ് ഇല്ല. സ്കറിയ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള പേരിൽ നിൽക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് അങ്ങനെ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്കുള്ള അംഗീകാരമില്ല. സ്കറിയ ഇതിനു മുമ്പും, ഞാൻ തുറന്നു പറയാം, ഇതിനു മുമ്പും ഞങ്ങൾ UDF-ൽ നിൽക്കുമ്പോഴും സ്കറിയ പല പ്രാവശ്യമായി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫീലർ ഇട്ടപ്പോഴൊക്കെ ഞങ്ങൾ പുറമെ അന്വേഷിച്ചപ്പോൾ CPM-ന് ഇതേക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പോൾ സ്കറിയയ്ക്കൊരു വലിയ ആവേശമൊക്കെ ഉണ്ട്. സ്കറിയ പലപ്പോഴും എന്നെയും വിളിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമല്ല, ഇത് ഇനിയിപ്പോൾ തുറന്നു പറയാതെ ഒരു കാര്യമില്ലല്ലോ. സ്കറിയ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കറിയ നല്ല മനുഷ്യനെ, അങ്ങ് പറഞ്ഞ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ നല്ല മനുഷ്യനാണ്. പക്ഷേ സ്കറിയയ്ക്ക് ഒരു ആവേശമൊക്കെ ഉണ്ട്, എല്ലാവരും ഒന്ന് കൂട്ടിയാൽ കൊള്ളാമെന്നൊക്കെ. പക്ഷേ ഇതെങ്ങനെ കൂടും? അല്ല, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു നീക്കം നടന്നിരുന്നല്ലോ. നിങ്ങളൊക്കെ UDF-ൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ KM മാണി ഇപ്പുറത്തേക്ക് വരുന്നു. അന്നും MLA-മാരുടെ താല്പര്യമില്ലായ്മയാണ് ആ നീക്കങ്ങളും ആ വർത്തമാനങ്ങളും ആ ആലോചനയ്ക്കും തടസ്സമായത്. അന്നും ആ രംഗത്ത് ആ ചിത്രത്തിൽ സ്കറിയ ഉണ്ടായിരുന്നു. അല്ല, അന്ന് അങ്ങനെ ഒരു നീക്കം CPM-ൻ്റെ ഭാഗത്ത് ഗൗരവമായിട്ടില്ലായിരുന്നു. പക്ഷേ നേതാക്കൾ സംസാരിച്ചിരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. അല്ല, എനിക്കറിയില്ല. കാരണം സ്കറിയ പക്ഷേ വലിയ ആവേശത്തോടെ രംഗത്തിറങ്ങിയിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നടക്കാതെ പോയത് തന്നെ. CPM-ൻ്റെ ഭാഗത്ത് ഒരു ഗൗരവമായ ഒരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ആരൊക്കെ സംസാരിക്കാൻ വരുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് രാജു സൗകര്യത്തിന് വേണ്ടി ഇപ്പോൾ പറയുകയാണെന്ന് ഞാനും അങ്ങ് വിശ്വസിച്ചോളാം. കാരണം അന്ന് ജേക്കബ് ജോർജും വിശ്വസിക്കുന്നതാണ് വിചാരിക്കുന്നത്, ശ്രീ ജയശങ്കറും വിശ്വസിക്കാൻ ഇടയുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ CPM-ൽ നിന്ന് ആ കാലത്ത് സോളാർ സമരത്തിനൊക്കെ ശേഷം ആകെ കൂടെ അലങ്കോലമായ ഒരു രാഷ്ട്രീയ കാലത്ത് CPM-ലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സംസാരിച്ചിരുന്നു എന്ന ചില ഗൗരവപ്പെട്ട വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നു. അന്നും ഇതേ MLA-മാർ ഈ വിധത്തിലൊരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. അല്ല, അന്ന് അത് മാണിക്കൊപ്പം നിൽക്കുന്ന ഞാൻ പറയാം, മാണിക്കൊപ്പം അന്ന് ഒരു കേരള കോൺഗ്രസ് എല്ലാവരും ഒന്നിച്ചായിരുന്നല്ലോ. മാണി ഗ്രൂപ്പ് ആണെങ്കിലും അന്ന് എല്ലാവരും ഒന്നിച്ചൊരു കേരള കോൺഗ്രസ് ആയിരുന്നു. അന്ന് അങ്ങനെ ഒരു തീരുമാനം പാർട്ടിക്ക് ഒറ്റക്കെട്ടായി എടുക്കുന്നതിന് MLA-മാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തടസ്സം ഉണ്ടാകില്ലായിരുന്നു. അത് വെറുതെ ഞാൻ പറയുന്നു, 100% ഞാൻ പറയുന്നു, അന്ന് MLA-മാരുടെ ഇടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാ MLA-മാരും ഏക സ്വരത്തിൽ, ഞാൻ MLA-മാരെ അടിവരയിട്ട് പറയുന്നു, MLA-മാരുടെ അന്നത്തെ 9 MLA-മാരുടെ ഇടയിൽ അന്ന് വേണമെന്നൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. PC ജോർജ് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ മുന്നണി വിടുന്നതിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പാർട്ടി ഗൗരവമായി ആലോചിച്ചിരുന്നെങ്കിൽ അങ്ങനെ എടുക്കുന്നതിന് പാർട്ടിക്കകത്ത് MLA-മാരുടെ യാതൊരു തടസ്സവും ഇല്ലായിരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ ജേക്കബ് ജോർജിലേക്ക് വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? സ്കറിയ തോമസ് ആണ് ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. മുന്നണി ആവശ്യപ്പെട്ടാൽ അത് രാഷ്ട്രീയമായി അത് ഏറ്റെടുക്കാൻ മുന്നോട്ട് പോകാനൊക്കെ സ്കറിയ തോമസ് പറയുന്നുണ്ട്. അത് സംസാര മധ്യയാണ് കഴിഞ്ഞ കാലത്തെ ഒരു നീക്കത്തെക്കുറിച്ച് ആന്റണി രാജു പറയുന്നത്. അത് പൂർണ്ണമായും വിശ്വസിക്കുന്നയാളാണോ താങ്കൾ, അതോ അതിൽ ചില അവിശ്വസനീയതയുണ്ടോ? എല്ലാ MLA-മാരും അന്ന് ഞങ്ങൾ ഇടതുമുന്നണി ആഞ്ഞൊന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ CPM ആഞ്ഞൊന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പോയേനെ എന്ന് വിചാരിച്ച MLA-മാരെല്ലാം അന്ന് മാണിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ഇന്ന് ആന്റണി രാജു പറയുന്നത് ശരിയാണോ? അത് മിക്കവാറും ശരിയാണ്. ഇനി അതിനോട് എന്തെങ്കിലും ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ച ഒരാളുണ്ടെങ്കിൽ ശ്രീ PJ ജോസഫ് മാത്രമായിരുന്നു. കാരണം PJ ജോസഫ് വളരെ കാലം ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് നിന്നാണ്. പിന്നീട് അദ്ദേഹം UDF-ലേക്ക് പോയ ആളാണ്. അദ്ദേഹത്തിന് ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഒഴിച്ചാൽ മാണി ഗ്രൂപ്പിലുള്ള എല്ലാ ആളുകളും അന്ന് LDF-ലേക്ക് പോകാൻ തയ്യാറായിരുന്നു. കാരണം എന്ന് വെച്ചാൽ LDF മാണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. അത് പിണറായി വിജയൻ ഉണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, ഈവൻ പന്ന്യൻ രവീന്ദ്രൻ പോലും മാണിയെ കൊണ്ടുവരുന്നതിന് താല്പര്യമായിരുന്നു. അന്ന് പന്ന്യനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എന്നുള്ള ഓർക്കുക. ഇത് ബാർക്കോഴയ്ക്ക് മുമ്പാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ബാർക്കോഴ അടക്കമുള്ള വിഷയങ്ങളൊക്കെ വന്നത്. ഞാൻ പറയാൻ വന്നതല്ല, ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ PC ജോർജാണ് അതിന് മധ്യസ്ഥത വഹിച്ചത്. PC ജോർജ് കോടിയേരി ബാലകൃഷ്ണനോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശരിയാക്കി. അവസാന ഘട്ടത്തിൽ അത് മാണിയുടെ കുടുംബത്തിനകത്ത് തന്നെയാണ് വിയോജിപ്പുണ്ടായത്. ശ്രീമാൻ ജോസ് കെ മാണിക്ക് രാഹുൽ ഗാന്ധി ഒരു ഉറപ്പ് കൊടുത്തു. അതായത് 3ാം UPA സർക്കാരിൽ ജോസ് കെ മാണിയെ ഒരു സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാക്കാമെന്ന്.
അത് കേട്ടപ്പോൾ ജോസ് കെ മാണിക്ക് മാനസാന്തരം ഉണ്ടാകുകയും അതേ തുടർന്ന് മാണി സാറ് ഇടതുമുന്നണിക്ക് പോകേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിൻ്റെ വിലയായിട്ടാണ് പിന്നീട് ബാർക്കോഴ വിവാദം ഉണ്ടായത്. നമ്മുടെ ബിജു രമേശ് അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നത് നമുക്ക് ബാക്കിയൊക്കെ ചരിത്രമാണ്. കെ എം മാണിക്ക് വലിയ അവഖ്യാതി ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അദ്ദേഹം വളരെ അപമാനിതരായ രീതിയിൽ രാജിവെക്കേണ്ടി വന്നു. അതിലൊക്കെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയൊക്കെ വലിയ സംഭവം. ഇനി ഞാൻ പറയാം, ഇനി ശ്രീ കെ എം മാണിയെ ഇടതുമുന്നണിയിലേക്ക് എടുക്കൽ എളുപ്പമല്ല. കാരണം കഴിഞ്ഞ 2-2.5 കൊല്ലം ഈ ഇടതുമുന്നണി നേതാക്കൾ എല്ലാവരും തന്നെ ശ്രീ മാണിയെ വല്ലാതെ അധിക്ഷേപിക്കും, അവഹേളിക്കുകയും അദ്ദേഹം വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു പരത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇനി ആ അഴിമതിക്കാരെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ എന്ത് വിചാരിക്കുന്നത്? എളുപ്പമുള്ള കാര്യമാണോ? ഇനിയിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയന് സംഭവിച്ചാൽ ഈ നാട്ടിലെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾ ഇടതുപക്ഷക്കാർ സമ്മതിക്കുമോ? അവർ ഒരിക്കലും താല്പര്യപ്പെടുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നടക്കില്ല. പിന്നെ ശ്രീ കെ എം മാണി ഇതുപോലൊരു ചർച്ചയ്ക്ക് ഒരു മുൻകൈ എടുക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് താല്പര്യം കൊണ്ടിട്ടില്ല. എനിക്കൊണ്ട് ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ താല്പര്യം തന്നെ ആയിരിക്കാം. കാരണം ഇടതു മുന്നണിയിലും ഇല്ല വലതു മുന്നണിയിലും ഇല്ലാത്ത അവസ്ഥയിൽ ജോസ് കെ മാണി അടുത്തതിൻ്റെ പിന്നത്തെ കൊല്ലം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകണം. അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കണ്ടേ, വീണ്ടും MP ആകണ്ടേ, കഴിയുമെങ്കിലും ഒരു കേന്ദ്രമന്ത്രി ആകണ്ടേ. അദ്ദേഹത്തിന് BJPയോടൊപ്പം പോകാനായിരുന്നു താല്പര്യം. പക്ഷേ പാർട്ടിക്കകത്ത് ബഹുഭൂരിപക്ഷം ആളുകളും അതിനെതിരാണ്. കേരള കോൺഗ്രസ് പോലൊരു പാർട്ടി അങ്ങനെ BJPയുടെ വാലായിട്ട് പോകും? അത് നടപ്പുള്ള കാര്യമാണോ? എളുപ്പമാണോ? ഇവരെ പിന്തുണയ്ക്കുന്ന മെത്രാന്മാർ സമ്മതിക്കുമോ? അതൊക്കെ വലിയ വിഷയമാണ്. ജോസ് കെ മാണിക്ക് അതുകൊണ്ടല്ലേ പറ്റിയ വ്യാജമായ അന്വേഷണ റിപ്പോർട്ട് പോലും ഉണ്ടായി വന്ന് ഓർമ്മയില്ലേ? ആന്റണി രാജുവിൻ്റെയൊക്കെ കള്ളൊപ്പിട്ട അന്വേഷണ റിപ്പോർട്ട് വന്നില്ലേ ഒരു ദിവസം? ഈ പാർട്ടി വിട്ട് പോയതിന് ശേഷമുള്ള ഡേറ്റിൽ ഒപ്പിട്ടിട്ട് ആന്റണി രാജു, ഫ്രാൻസിസ് ജോർജൊക്കെ ഒപ്പിട്ട വ്യാജ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ശ്രീ കെ എം മാണിയെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലത് UDFൽ തുടരുക എന്നുള്ളതാണ്. UDF ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പറ്റിയ തട്ടകം. കാരണം അവിടെ കിട്ടുന്ന പോലൊരു സ്വീകാര്യത അദ്ദേഹത്തിന് ഇടതുമുന്നണിയിൽ കിട്ടുകയില്ല. BJPയിൽ പോയിട്ട് ഒരു വിശേഷവും. കെ എം മാണിയും മകനും പോകും എന്നല്ലാതെ ബഹുഭൂരിപക്ഷം പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളും പോകുകയില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള UDFലേക്ക് തിരിച്ചു പോകുക എന്നുള്ളത് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള മാർഗം. ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. മാത്രവുമല്ല, ഇതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞ ആളുകൾ മാത്രമല്ല, ബഹുഭൂരിപക്ഷം ആളുകളും UDFലേക്ക് തിരിച്ചു പോകണമെന്ന് ഉത്കടമായി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് പോകാൻ കഴിയാത്തത് കെ എം മാണിയുടെ മേൽ ജോസ് കെ മാണിക്കുള്ള അതിര് കടന്ന സ്വാധീനം കൊണ്ടാണ്. ആ ഒരു പുത്രവാത്സല്യമാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് പോയി വിളിക്കേണ്ട, മാണി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഒരു കാര്യം ഞാൻ പറയാം, ഈ കേരള കോൺഗ്രസിനോട്, പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പിനോട് വലിയ വിപ്രതിപത്തി വെച്ച് കൊടുക്കുന്ന വിദ്വേഷം എന്ന വാക്യം ഉപയോഗിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ. അവർക്ക് ആർക്കും മാണിയെ തിരിച്ചു വരുന്നതോട് ആ രീതിയിൽ താല്പര്യമില്ല. മാണി വരികയാണെങ്കിൽ വരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കേരള കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് ബേസ് ഒന്നാണ്, പ്രത്യേകിച്ചും മധ്യതിരുവാങ്കൂറിൽ. മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് പോയി എന്ന് വെച്ചോളൂ. മാണിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് പേരും പോകുന്നല്ലാതെ അതിന് വോട്ട് ചെയ്യുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാണി പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് LDFന് വലിയ നേട്ടം ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസിന് ഐക്യമുന്നണിക്ക് വലിയ ആശ്വാസം ഉണ്ടാകും. കാരണം അന്യഥ ഇവർക്ക് കിട്ടുന്ന കുറേ സീറ്റുകൾ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ കോൺഗ്രസിന് തന്നെ ജയിക്കാവുന്നുള്ളൂ. ആ രീതിയിലൊരു ആത്മവിശ്വാസം ഉമ്മൻചാണ്ടിക്കുണ്ട്, രമേശിനുമുണ്ട്. കാര്യം ഇവർ തമ്മിൽ പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മാണിയെ ഒതുക്കണം എന്ന കാര്യത്തിൽ രണ്ടുപേർക്കും ഏകാഭിപ്രായമാണ്. അതുകൊണ്ട് മാണി പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത്. ജയശങ്കർ, ഞാൻ മടങ്ങി വരാം, താങ്കളിലേക്ക് മടങ്ങി വരാം. പക്ഷേ ആ രൂപത്തിൽ മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്വാധീനത്തെ തള്ളിക്കളയാവുന്നതാണോ? കാരണം ഇത്രയൊക്കെ അടിയൊഴുക്കുകളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ട് വിജയങ്ങൾ, അതുപോലെ തന്നെ പാലായിലെ സ്വാധീനം ഒക്കെ വളരെ ഗൗരവമായി കോൺഗ്രസിന് കാണാതിരിക്കാനുമാവില്ല. ഞാൻ മടങ്ങി വരാം. സജി മഞ്ഞക്കടമ്പൻ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ്, യൂത്ത് ഫ്രണ്ട് നേതാവ് ഇപ്പോൾ ചേരുന്നു. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രസക്തി വളരെ വലുതാണെന്നൊക്കെ ധരിപ്പിക്കാൻ ഈ ആലോചനകൾ ഒക്കെ ഗുണം ചെയ്യും എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഈ ക്ഷണത്തിനൊരു രാഷ്ട്രീയമായ, അല്ലെങ്കിൽ ഈ തരത്തിലെ നീക്കങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന കർഷക കൂട്ടായ്മ, ആ കർഷക കൂട്ടായ്മയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഐത്തമില്ല മാണിയോട് എന്നൊക്കെ സ്കറിയ തോമസിനെയൊക്കെ നേതാക്കൾ പറഞ്ഞ് ആശയക്കുഴപ്പം സൃഷ്ടിക്കാം എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗൗരവമായ ഒരു പരിശ്രമം, ഒരു ആലോചന എവിടെങ്കിലും നടന്നിട്ടുണ്ടോ സജി മഞ്ഞക്കടമ്പൻ ഇക്കാര്യത്തിൽ? ഇത് നമുക്കറിയാം, കർഷക കൂട്ടായ്മ കേരള കോൺഗ്രസ് പാർട്ടി എന്നും കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി രൂപപ്പെട്ട ഒരു പാർട്ടിയാണ്. കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഇൻഫാം അടക്കമുള്ള കർഷക സംഘടനകളുമായി ചേർന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഒരു കർഷക കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് ശ്രമം നടക്കുന്നുണ്ട്. നമ്മളൊക്കെ പത്രമാധ്യമങ്ങളോട് കണ്ടതാണ്. അത് സ്വാഭാവികമായിട്ടും അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് മാനസാരം പറഞ്ഞിട്ടില്ല, പാർട്ടി നേതൃത്വവും പറഞ്ഞിട്ടില്ല. കാരണം കൃഷിക്കാരന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി രൂപീകരിച്ച ആ കർഷക മുന്നണിയെ രാഷ്ട്രീയമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള വേണ്ടാത്തൊരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും
ഇവിടെ ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് കഴിഞ്ഞ ഏതാണ്ട് ചെലൽക്കുന്ന് ക്യാമ്പിൽ പാർട്ടി എടുത്ത തീരുമാനം അത് മനസ്സിലായി. ചരൽക്കുന്ന് ക്യാമ്പ് ഒരു മുന്നണിയിലേക്കുമില്ല, നിങ്ങൾ വ്യത്യസ്തമായി നിൽക്കുന്നു, പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകളും പിന്തുണയുമായിരിക്കും നൽകുക, അതെല്ലാം മനസ്സിലായി. സജി, ഇക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്കറിയ തോമസ് ചില സംശയങ്ങൾക്കും അല്ലെങ്കിൽ ചില സൂചനകളും നൽകുന്ന വർത്തമാനം പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണോ? സ്കറിയ തോമസ് പറയുന്ന കാര്യം അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ്. അദ്ദേഹം പാർട്ടിയുടെ അഭിപ്രായം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം മാണി സാറ് UDF-ലേക്ക് വരണം. സ്കറിയ തോമസ് മാത്രമല്ല, ഞങ്ങൾക്ക് കേരള കോൺഗ്രസുകാരെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ BJP ഞങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ UDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്തിട്ടില്ല. അതാണല്ലോ പറയുന്നത്, സ്കറിയ തോമസ് വഴി ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അല്ല, അതാ ഞാൻ ചോദിച്ചത്. സ്കറിയ തോമസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഇടതു മുന്നണി സ്വാഗതം ചെയ്യലായി വിചാരിക്കുന്നുണ്ടോ എന്ന് തന്നെയായിരുന്നു ഞാനും ചോദിച്ചത്. ഇല്ല, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വാഗതം ചെയ്ത് ആരുടെയും അടുത്ത് കേരള കോൺഗ്രസ് പാർട്ടി നിലവിൽ അപേക്ഷ കൊടുത്തിട്ടില്ല. മാനസഭനെ പറഞ്ഞു ഇടതുപക്ഷ മുന്നണിയുടെ അടുത്തോ BJP അടുത്തോ പോയിട്ടില്ല. സ്കറിയ തോമസ് പറയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഭിപ്രായമാണ്. അദ്ദേഹം പറയുന്നത് കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരണമെന്ന് ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നതിനെ ഞങ്ങൾ എന്തിനു എതിർക്കണം? ഞങ്ങൾക്ക് അതോട് എതിർപ്പൊന്നുമില്ല. മുന്നണിയിലേക്ക് ഏതെങ്കിലും മുന്നണിയിലേക്ക് പോകണമോ പോകണ്ടയോ തീരുമാനിക്കുന്നത് ആരാ? KM മാണി സാറും അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ CG ജോസഫ് സാറും ചേർന്നുള്ള പാർട്ടി, ആ പാർട്ടിയുടെ കമ്മിറ്റി, അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും ഏത് മുന്നണിയിലേക്കെങ്കിലും പോകണമോ പോകണ്ടയോ തീരുമാനിക്കും. ആ മാണി സാറിന്റെ പാർട്ടി ചെയർമാന്റെ അങ്ങനെയൊന്നും ആലോചിക്കാൻ മാത്രം കാര്യങ്ങൾ എത്തിയിട്ടുമില്ല. അങ്ങനെ ഒരു ആലോചനയ്ക്ക് തൽക്കാലം നിങ്ങളുടെ പാർട്ടിക്ക് പോകാനുമാവില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി. ശ്രീ ജേക്കബ് ജോർജ്, കഴിഞ്ഞ കാര്യത്തിൽ ഇപ്പോൾ പറയുന്ന പോലെ ജോസ് കെ മാണിയുടെ എതിർപ്പായിരുന്നു അക്കാലത്ത്, വളരെ കൃത്യമാണ്, അത് വലിയ നിരീക്ഷണമായി അന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിൽ PJ ജോസഫ് മാത്രമായിരുന്നു എന്ന് പറയാമോ? PJ ജോസഫിൻ്റെ എതിർപ്പിനെ തുടർന്ന് TU കുരുവിള, മോൻസ് ജോസഫ്, MLA-മാരല്ലെങ്കിലും ഈ ആന്റണി രാജു, അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ്, ഇവരുടെ എല്ലാം നിലപാട് PJ ജോസഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിലപാടായിരുന്നു. അങ്ങനെ ഒരു മുന്നണി മാറ്റം വേണ്ട എന്ന ഉറച്ച നിലപാടെടുത്തയാളല്ലേ അന്ന് PJ ജോസഫ്. അപ്പോൾ ഈ രൂപത്തിൽ നോക്കിയാൽ ജോസ് കെ മാണി മാത്രമല്ല, അപ്പോൾ ഇപ്പോഴും അതുപോലെ തന്നെ MLA-മാരുടെ ഒരു എതിർപ്പ് പരസ്യമായി രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചില ചരടുവലികൾ നടന്നാലും അതിൻ്റെ ഒന്നും പിന്നാലെ പോകേണ്ടതില്ല എന്ന് പറയുന്ന വിധത്തിൽ ഇപ്പോഴും MLA-മാർ പ്രധാനമായി വരുന്നുണ്ട്. അത് MLA-മാർ കാരണം കേരള കോൺഗ്രസ് പാർട്ടിയിലെ MLA-മാർ പ്രധാനമാണ്. ശരത്തെ അവരുടെ തീരുമാനം അവരെ കൊണ്ട് തിരിയും. ശരി, കാരണം പല പിളർപ്പുകൾ കണ്ട പാർട്ടിയാണ് കേരള കോൺഗ്രസ്. നമ്മൾ ഓർക്കണം, കുറച്ച് MLA-മാരെ കൊണ്ട് മാറി നിന്നാലുണ്ടല്ലോ പാർട്ടി പിളർന്നു പോകും. അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു നീക്കം ഉണ്ടായാൽ പിളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ജയശങ്കർ പറഞ്ഞത് എല്ലാം ശരിയാണ്. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞതിലൂടെ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ. അത് കേരള കോൺഗ്രസിൻ്റെ ആംഗിളിൽ നിന്ന് ഇതിൻ്റെ രാഷ്ട്രീയം കാണണം. ശരിക്കും പറഞ്ഞാൽ KM മാണി ഇത് ആസ്വദിക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കൂടിയില്ലേ. KM മാണി ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമായില്ലേ. സ്കറിയ തോമസ് മുഖേന ആണെങ്കിലും ഒരു ചർച്ചാ വിഷയമായി. അതിനെയാണ് മറച്ചുവെക്കാതെ സജി മഞ്ഞക്കടമ്പനും പറഞ്ഞത്, ഇടതുമുന്നണി വരെ ഞങ്ങളെ സ്വാഗതം ചെയ്തു എന്ന് എക്സൈറ്റഡ് ആവാൻ അവർക്ക് പറ്റുന്നത് കൊണ്ടാണ്. കോൺഗ്രസ് നേതൃത്വം ഒരു ഇടതുമുന്നണി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വേറൊരു പ്രശ്നം. ഇതിനകത്ത് രാഷ്ട്രീയം, കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇപ്പോൾ ഒരു 3 പാലം പണിതിരിക്കുകയാണ്. ഇപ്പം കർഷക മുന്നണി എന്നൊക്കെ പറയുന്നത് ഇൻഫാം കാഞ്ഞിരപ്പള്ളി ബിഷപ്പാണ്. ബിഷപ്പിനൊരു താല്പര്യമുണ്ട് ഈ ഇടതു മുന്നണിയിലോട്ട് ചേരട്ടെ കേരള കോൺഗ്രസ്സുകാരെല്ലാവരും, അങ്ങനെ ഒരു താല്പര്യമുണ്ട്. തന്നെയല്ല ഒരു കാര്യം കൂടി ഓർക്കണം, അത് ജയശങ്കർ പറഞ്ഞതിന് ഒരു മറുപക്ഷമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല ബിഷപ്പുമാരും, കേരളത്തിലെ പല കത്തോലിക്ക ബിഷപ്പുമാരും, ചില മർത്തോമ ബിഷപ്പുമാരും, മർത്തോമ നേതൃത്വവും, യാക്കോബായ നേതൃത്വവും ഒക്കെ, ഓർത്തഡോക്സ് നേതൃത്വവും ഒക്കെ CPM-ആയിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടല്ലേ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ഒക്കെ ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി ഇടതുമുന്നണിയിലേക്ക് പോകുന്നത് എന്നും എനിക്ക് ബലമായ സംശയമുണ്ട്. അപ്പം അങ്ങനെ ഒരു പാലം ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി റൂട്ട് മാത്രമല്ല, ഒരു ഇടതുപക്ഷ റൂട്ട്, ആ റൂട്ട് ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു ബന്ധം കൊണ്ടല്ലേ എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ. രണ്ടാമത് പിന്നെ പറയാം. അതെ, ഞാൻ ഈ പാലങ്ങൾ പറയട്ടെ. KM മാണി ഇന്ന് ഒരു ഇടതുപക്ഷം, സ്കറിയ തോമസ് വഴി ഇടതുപക്ഷത്തേക്ക് ഒരു പാലം ഉണ്ടാക്കിയിരിക്കുന്നു. നല്ല സാമാന്യം കെട്ടുറപ്പുള്ളൊരു പാലമാണത്. അതൊരു വണ്ടി ഓടുമ്പോൾ എന്നുള്ള കാര്യം പറയാറായിട്ടില്ല. അങ്ങ് പുറത്ത് BJP ഒരു ബന്ധമുണ്ട്. കാരണം അടുത്ത 19-ൽ BJP വരികയാണെങ്കിൽ ജോസ് കെ മാണി, ജയശങ്കർ പറഞ്ഞല്ലോ വീണ്ടും ഒരു കേന്ദ്രമന്ത്രി പദം എന്ന പ്രതീക്ഷയും ജോസ് കെ മാണിയെ ചിലപ്പം അത് ലോക്സഭയും നിയമസഭയും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ചിലപ്പോൾ മാണി ഡൽഹിയിലേക്ക് പോകും,
മകൻ കേരളത്തിലേക്ക് വരട്ടെ എന്ന് തീരുമാനിക്കാം. അങ്ങനെയൊക്കെ ഒരു ആംഗിൾ ഉണ്ട് അതിനകത്ത്. പിന്നെ UDF ഒരു പാലം നേരത്തെ ഉണ്ടല്ലോ, സംശയാസ്പദമാണെങ്കിലും ചർച്ചകളിലാണെങ്കിലും. അങ്ങനെ കേരള കോൺഗ്രസ് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നു. അതിൻ്റെ സ്റ്റേക്ക് അല്പം കൂടി. അതാണ് ഇന്നത്തെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസ് നേതാവ്, മുൻ മന്ത്രി, ഇപ്പോൾ ടെലിഫോൺ ലൈൻ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ ഇടതുമുന്നണിയുമായി സഹകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് താങ്കൾ. മുന്നണിയുടെ ഭാഗമായി ഘടകകക്ഷിയായി മാറിയിട്ടില്ല കേരള കോൺഗ്രസ് ബി. ഇപ്പുറത്ത് ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഒക്കെ സമാനമായി തന്നെ സഹകരണ മുന്നണിയുടെ ഭാഗമാണ്. എന്നാൽ ഈ മുന്നണിയുടെ ഭാഗമാണെന്ന് പറയാവുന്ന സ്കറിയ തോമസ് മാണിയെ ഒരു കർഷക ഐക്യം, ആ ഐക്യത്തിൽ നിങ്ങളാരും ഇല്ല എന്നതുകൂടി ആലോചിക്കണം. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കൾ പോലും, താങ്കൾ പോലും ഇല്ലാത്ത വിധം ഒരു കർഷക ഐക്യത്തെക്കുറിച്ച് അദ്ദേഹം സ്വപ്നം കാണുന്നു. അതിൽ KM മാണിയെ എത്തിക്കുന്നു. അതിലൂടെ മുന്നണിയിലേക്ക് KM മാണിയെ കൊണ്ടുവരാനാകുമോ എന്ന് സ്കറിയ തോമസ് പരിശ്രമിക്കുന്നു. മുന്നണി പറഞ്ഞാൽ അത് അങ്ങ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി കളയാം എന്ന മട്ടിൽ സ്കറിയ തോമസ് പറയാനും മടിക്കുന്നില്ല. ഇതാണ് പുതിയൊരു സാഹചര്യം ഇക്കാര്യത്തിൽ. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഹസൻ വഴി UDFൻ്റെ ക്ഷണം മാണിയിലേക്ക് പോയതും മാണി അതിനോട് അങ്ങനെ അങ്ങ് പ്രതികരിക്കാതെ നിന്നതും പിന്നീട് കോൺഗ്രസിൽ തന്നെ അതൊരു വലിയ മുറുമുറുപ്പായി മാറിയതും. പുതിയ വേഷത്തിൽ, മധ്യസ്ഥൻ്റെ വേഷത്തിൽ വരുന്ന സ്കറിയ തോമസ് ആണ്. സ്കറിയ തോമസ് അതിനങ്ങനെ പറയാമോ എന്നുള്ളത് വേറൊരു പ്രശ്നം. ഒരു മുന്നണി നിൽക്കുമ്പോൾ ആ മുന്നണിയുടെ അംഗീകാരമില്ലാതെ മുന്നണിയിലെ ഒരു കക്ഷി മറ്റൊരു കക്ഷിയെ പരസ്യമായി ക്ഷണിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിൽ ഇപ്പോൾ ആദ്യമായാണ്. ഏതെങ്കിലും ഒരു മുന്നണിയിൽ ഇന്ത്യയിൽ ഇത് കേട്ടിട്ടില്ല. അവിടെ ആന്റണി രാജു ഇരിപ്പുണ്ട്. ആന്റണി രാജു പറഞ്ഞോണ്ട് ബാക്കി. അതായത് മാണി എവിടെയും ചേരും. മാണിക്ക് ചേരുന്നതിനൊന്നും കുഴപ്പമില്ല. മാണിക്ക് ആകപ്പാടെ ഉള്ളത് അടുത്ത പാർലമെന്റ് ഇലക്ഷനും മകന്റെ ഇലക്ഷനാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ മാണിയെ ഉൾപ്പെടുത്താൻ ഈ മുന്നണിയിൽപ്പെട്ട മുന്നണിയെ അല്ലെങ്കിൽ മുന്നണിയുമായി സഹകരിക്കുന്ന ആരെങ്കിലും, സ്കറിയ തോമസിന് ആരുമില്ലല്ലോ, കൂടെ ആരുമില്ല, ആരെങ്കിലും തയ്യാറാകുമോ എന്ന് എനിക്ക് സംശയമാണ്. ഞാനത് അറിയുന്നിടത്തോളം. മാത്രമല്ല പരസ്യമായി മുന്നണിക്ക് കൂടി നിൽക്കുന്ന സ്കറിയ തോമസ്, എമ്മിന്റെ ഒന്നുമില്ല, ആളൊന്നുമില്ല, അത് വേറെ കാര്യം. പരസ്യമായി അങ്ങനെ ക്ഷണിക്കുന്നത് ശരിയാണോ, ഒരു മുന്നണി മര്യാദയുടെ അടിസ്ഥാനത്തിൽ ശരിയാണോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അതാണ് ഒരു പ്രധാനമായ കാര്യം. പിന്നെ മാണി എവിടെ പോകുന്നു, എന്ത് പോകുന്നുള്ളത്, ഈ മാണിയെ വിളിച്ച യോഗത്തില് കാഞ്ഞിരപ്പള്ളിയിൽ ബിഷപ്പിന്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടന്ന യോഗത്തിൽ വിളിച്ചത് തന്നെ ഒരു പഴയ കോൺഗ്രസ് MLA എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ജോർജ് മാത്യു അല്ല, അത് ആരെങ്കിലും ആട്ടെ, വിളിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ അവിടെ വിളിച്ച കൂട്ടത്തിലെ ചാമ്പിരിച്ചേട്ടനൊക്കെ കൂടിയ കൂട്ടത്തിലാണ്. ഈ ജോർജ് മാത്യു കഴിഞ്ഞ കുറെ കാലമായി ഇതിനു വേണ്ടി ശ്രമിച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ വിളിച്ചു. ഞാനത് ഒരു മര്യാദയല്ല. കാരണം ഒരു മുന്നണിയുമായി സഹകരിച്ച് നിൽക്കുമ്പോ അങ്ങനെ ആരെങ്കിലും വിളിച്ചൊരു യോഗത്തിൽ പങ്കെടുക്കുന്നത് ശരിയല്ല, മര്യാദയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാ. ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആളാ. അപ്പൊ മാണി ഒരു പാലം ഇട്ടേച്ച് രണ്ടാമത്തെ പാലം കൂടെ തുറക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളിനെ ഈ പരസ്യമായി മുന്നണിക്ക് ഉള്ളിൽ നിൽക്കുന്ന ഒരാള് ക്ഷണിച്ചത് തന്നെ ഒരു തെറ്റാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, എങ്ങനെ ചേർന്നോ എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ലത്. ഒരു കാര്യം കൂടി, അങ്ങനെ വരുന്നൊരു ഘട്ടത്തിൽ ഈ ഐക്യജനാധിപത്യ മുന്നണിയല്ല ഇടതുമുന്നണി എന്നതുകൊണ്ട് തന്നെ ഇത്തരം സംശയങ്ങൾക്കിടവരാത്ത വിധം ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് മുന്നണിയുടെ നേതാക്കളാണോ, അത് ഇടതുമുന്നണിയെ സംബന്ധിച്ച ആവശ്യകതയാണോ? ഒന്ന്. രണ്ട്, ഇതേ സ്കറിയ തോമസുമായി തന്നെ ഒരു സഹകരണത്തിൻ്റെയും അതൊരു ലയനത്തിൻ്റെയും ഒക്കെ പാതയിലേക്ക് പോയ ആളാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും. നിങ്ങൾ ഒന്നിച്ച് സഹകരിച്ച് അതിന് ഒന്നിച്ച് പ്രവർത്തിക്കാൻ, ലയിക്കാനൊക്കെ തീയതി വരെ ഉണ്ടായിരുന്നതല്ലേ? അത് പരാജയപ്പെട്ടിടത്തായിരിക്കുമോ? എന്നാൽ പിന്നെ KM മാണിയെ തന്നെ നോക്കിക്കളയാം എന്ന മട്ടിലേക്ക് സ്കറിയ തോമസ് മാറിയിട്ടുണ്ടാവുക? അതായത് ഞങ്ങളുടെ ഒരു മീറ്റിംഗിൽ വന്നൊരു ക്യാമ്പിൽ വന്ന് സ്കറിയ തോമസും PM മാത്യുവും പരസ്യമായി ലയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ലയിക്കുന്നോ ഇല്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാനൊരക്ഷരവും അതിനെപ്പറ്റി പറഞ്ഞില്ല. ജയിക്കാൻ പോകുന്നു, ഞങ്ങൾ ഒന്നിച്ചു പോകാൻ പോവുകയാണെന്ന് പറഞ്ഞത് സ്കറിയ തോമസാ. പിന്നെ സ്കറിയ തോമസിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കറിയില്ല, അന്വേഷിച്ചിട്ടില്ല. ആരുടെ ലയിക്കുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല സ്കറിയ തോമസുമായി ലയിക്കണമെങ്കിൽ തന്നെ സ്കറിയ തോമസ് നിൽക്കുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളുടെ അംഗീകാരം കൂടി ഇല്ലാതെ ആർക്കും ലയിക്കാൻ ഒക്കില്ല, മാണിക്കും ലയിക്കാൻ ഒക്കില്ല. സ്കറിയ തോമസ് ഇന്ന് പറഞ്ഞത് തന്നെ ഒരു രാഷ്ട്രീയ
മര്യാദയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അതങ്ങനെ പറയണമെങ്കിൽ ഈ മുന്നണിയെ നന്നായി അറിയാവുന്ന ആളല്ലേ സ്കറിയ തോമസും. അങ്ങനെ ഒരു നല്ല വലിയ നേതാക്കന്മാരുടെ ഒരു പിൻബലമില്ലാതെ അല്ലെങ്കിൽ അവരുടെ മനസ്സറിയാതെ സ്കറിയ തോമസിനെ പോലെ ഒരാൾ അങ്ങനെ പറയും. ഞാൻ ഉദ്ദേശിച്ചത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അറിയാതെ സ്കറിയ തോമസ് അങ്ങനെ ഒരു കാര്യം പരസ്യമായി പറയും എന്നൊക്കെ കരുതേണ്ടതുണ്ടോ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള? ഞാനങ്ങനെ കരുതുന്നു. CPM അറിഞ്ഞ് സ്കറിയ തോമസിനെ മാണിയെ ക്ഷണിക്കുന്നതിന് വേണ്ടി അതിന് ഈ മൂന്നാമത്തെ ആവശ്യമില്ല. അങ്ങനെ CPM ഉണ്ടെങ്കിൽ CPM-ന് പറ്റിയ നേതാക്കന്മാരുണ്ട്, CPI-ക്ക് നേതാക്കന്മാരുണ്ട്, അവർക്ക് വിളിക്കാം, അവർക്ക് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. നിയമസഭയിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. സ്കറിയ തോമസ് അല്ല, ശ്രീ ആർ ബാലകൃഷ്ണൻ ഞാൻ ചോദിച്ചത് ശരിയാണ്, താങ്കൾ പറഞ്ഞ നേരിട്ട് അങ്ങനെ ആകാം. പക്ഷേ രാഷ്ട്രീയം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന പോലെ ആവണം എന്നില്ലല്ലോ. ഇപ്പോൾ കർഷക കൂട്ടായ്മയുടെ പേരിലാണ്, അതൊരു അനിവാര്യതയാണ്, അതിനുവേണ്ടി ഇവരെല്ലാം കൂടെ ഒന്നിക്കുന്നു, അതിൻ്റെ ഭാഗമായി വരുന്നൊരു മാറ്റം. എന്നാൽ പിന്നെ അക്കാര്യങ്ങളിൽ ആ ചർച്ചകൾ നടന്നോട്ടെ എന്ന് ഈ പറഞ്ഞ നേതാക്കൾക്ക് ആലോചിച്ചുകൂടെ? എങ്കിൽ സ്കറിയ നോക്കൂ. ഈ പറയുന്ന കൂട്ടത്തിൽ കർഷകരുള്ള ആരുണ്ട്? ജോണി നെല്ലൂർ, അത് വേറെ പ്രശ്നം. അതെ, സ്കറിയ തോമസോ? ആർക്കായി കർഷകരുള്ളത്? കർഷകരൊന്നും അല്ല, ഇതിന്റെ കളി കർഷകരൊന്നും അല്ല. ഇത് മാണിക്ക് ഒരു അംഗീകാരം അങ്ങേപ്പുറത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പാത ഒരുക്കുക എന്നുള്ളതേ ഉള്ളൂ. മാണി ഇതിനകത്തൊന്നും വരില്ല. മാണി UDF-ൽ പോകും, ഒരു സംശയമില്ല. അവസാനം വരുമ്പോ പോകേണ്ടി വരും. കാരണം ഇപ്പൊ ഈ കർഷക സമാജം ഉണ്ടാക്കിയ ആളുകൾ തന്നെ മാണി അങ്ങേപ്പുറത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരായിട്ടുള്ളവരാ, എനിക്കറിയാമത്. അപ്പൊ അതുകൊണ്ട് അത് മാണി എങ്ങും പോകത്തൊന്നുമില്ല, മാണി ഇവിടെ വരുത്തൊന്നുമില്ല. മാണി അങ്ങേപ്പുറത്ത് പോകുന്നതിന് ഒരു ബലം കൊടുക്കാനാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിൽ ചേരാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറെ കൂടെ മര്യാദയും അല്ലെങ്കിൽ നിങ്ങൾ കുറെ കൂടെ താഴ്ന്നു വരണം എന്ന് പറയാനാണ് മാണിയുടെ ഇതുവരെയുള്ള പ്രവർത്തനം. UDF-നെതിരായിട്ടൊന്നുമില്ല. മാണി UDF വിട്ടു എന്ന് കടലാസിൽ പറയുന്നതല്ലാതെ നിയമസഭയിലോ വാക്കൗട്ട് നടത്തുന്നതിലോ പ്രസംഗിക്കുന്നതിലോ പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ തെരഞ്ഞെടുപ്പിലോ ഒന്നും മാണി UDF-നെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. എന്തെങ്കിലും ഇടതുപക്ഷത്തിന് അനുകൂലമായി എന്തെങ്കിലും ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ചെയ്തിട്ടില്ലല്ലോ മാണി. ഇപ്പോഴും നിയമസഭ നടക്കില്ലേ? മെനിഞ്ഞാന്ന് തെറ്റുവെച്ചെങ്കിലും ഞങ്ങള് രാജിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞില്ല, രാജിവെക്കുന്നില്ല എന്ന് പിന്നെ തിരിച്ചയാളാ നിയമസഭയില്. അപ്പൊ അതുകൊണ്ട് അതിനൊരു വലിയ വെയിറ്റ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. വേണമെങ്കിൽ ഈ ക്ഷണിക്കണമെങ്കിൽ ക്ഷണിക്കട്ടെ. ക്ഷണിക്കുകയൊക്കെ ആണെങ്കിൽ എന്റെ ഒരു വിശ്വാസം ഞങ്ങളെ പുറത്തു നിൽക്കുന്നവരാണെങ്കിലും ഞങ്ങളോടൊക്കെ കൊടുന്ന് ചോദിക്കാതിരിക്കുമോ? സാമാന്യ മര്യാദയുടെ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ ചോദിക്കാതിരിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ആരും മാണി ഇടതുപക്ഷത്തെ കൊണ്ടുവരാനൊന്നും ഇപ്പൊ തൽക്കാലം അതിനകത്ത് നിൽക്കുന്ന ചില കക്ഷികൾ സമ്മതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇത് മാത്രമല്ല, ഞാൻ കരുതുന്നത് CPI വരട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് സ്കറിയ തോമസ് ഇതിപ്പോ ഉപയോഗിക്കുന്നത്. കാരണം CPI പോയാലും ഇവിടെ ഭൂരിപക്ഷം ഉണ്ട് എന്ന് വരുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഇതെന്നൊരു സംശയമുണ്ട്. അത്രയേ ഉള്ളൊരു സംശയം. അത് അവിടെ ഇരിക്കുന്ന പിന്നെ നമ്മുടെ CPI വലിയ ആക്റ്റീവ് ആയിട്ടുള്ള ആളൊന്നും അല്ല. എങ്കിലും നമ്മുടെ ജയശങ്കർ വിളിപ്പുണ്ട്. ജയശങ്കർ മറുപടി പറയേണ്ട കാര്യമാണ്. നമുക്ക് ജയശങ്കറിലേക്ക് തന്നെ കൊടുക്കാം. റൈറ്റ്, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ജയശങ്കർ ഒന്ന് ഓർത്തു വെച്ചോണം, കാരണം ഇപ്പോൾ ശ്രീ PC ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ PC ജോർജ്, ഈ സ്കറിയ തോമസ് എപ്പിസോഡിൻ്റെ പിന്നിൽ എന്താണ്? UDF-ൽ വില കൂട്ട് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രീ KM മാണിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഓപ്പറേഷൻ. ഇപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള സൂചിപ്പിച്ചത് അതിനാണ് സാധ്യത കൂടുതൽ. ഇപ്പുറത്ത് CPI-യെ ഒന്ന് വരട്ടാൻ വേണ്ടി ഇവരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുന്നു എന്ന നിലയിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യലും ആകാം എന്ന നിലയിലൊരു സാധ്യത. അതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിയിലേക്ക് വരാനോ ഇടതുമുന്നണിയിലേക്ക് മാണിയെ ക്ഷണിക്കാനോ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും നിലവിലില്ല. അതത്ര എളുപ്പവുമല്ല എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നതുമായൊരു പ്രശ്നമുണ്ട്. ഈ നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ PC ജോർജിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അതായത് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് കേൾക്കാം. അതായത് KM മാണി അങ്ങനെ തീരെ പൊടറൊന്നുമല്ല. പക്ഷെ മാണി ഇപ്പൊ LDF പോയാലും UDF പോയാലും ഒന്നുമില്ല. എന്താന്ന് ചോദിച്ചാൽ മാണിയോടൊപ്പമുള്ള ജനം ഏതെന്നുള്ള. മാണി 52 കൊല്ലം കർഷകന്റെ പാർട്ടിയാണെന്ന് നടന്നു. ഇപ്പൊ കർഷകൻ കൂട്ടത്തിൽ ഇതായിട്ട് ഇപ്പോ കർഷക മുന്നണി ഉണ്ടാക്കേണ്ട ഗതി ഉണ്ടായിരിക്കുക KM മാണിക്ക്. 2, മാണി ഇടതുപക്ഷത്തേക്ക് പോകും എന്ന് പറയുന്നതിനകത്ത് മാണിക്ക് പോകാൻ പറ്റും. മാണിയോടൊപ്പം ഒരു MLA ഉള്ളു, ബാക്കി MLA-മാർ 4 പേരും അതിനെതിരാ. ഇപ്പൊ തന്നെ അതും വന്നിട്ടുണ്ട്. മോൻസും
CF തോമസും റോഷി അഗസ്റ്റിനും ഒക്കെ എതിരാണ് എന്ന നിലയിൽ തന്നെ വലിയ എതിർപ്പ് സ്കറിയ തോമസ് പറഞ്ഞ ഈ വാചകത്തോട് പോലും അവർക്കുണ്ട്. അതായത് ഇത് നടക്കലാത്ത കാര്യമല്ല എന്ന് കണക്കാക്കണ്ട. മാണി അതിബുദ്ധിമാനാണ്. കാരണം മാണിക്ക് ഇനി ഒരു ജന്മം ഇല്ല. മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ കാലാവധി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. ആ നിലയ്ക്ക് മകനെ എവിടെയെങ്കിലും സ്ഥാപിക്കണം. അതിനിപ്പോ എവിടെ? അപ്പൊ ഇപ്പം വേറെ വലിയ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ CPI 91 അംഗങ്ങളുള്ള CPI ഇടതുപക്ഷത്ത് 19 അംഗങ്ങളുള്ള CPI ശക്തമായി നിൽക്കുക. CPI സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം മുന്നിൽ പോകാൻ പറ്റില്ല. ഓൾ ഇന്ത്യ ലെവലിൽ അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം വളരെ വലുതാണ്. ഇടതുപക്ഷം എന്ന് പറഞ്ഞ് യാതൊന്നും കിട്ടാതെ ഈ കേരളത്തിൽ ഒരു ചെറിയ ഭരണത്തിന് വേണ്ടി അവരുടെ ജീവിതം കളയണ്ട. അവർ MP എണ്ണ കളി അവർക്ക് ഇനി പാർലമെന്റിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അവര് ഓൾ ഇന്ത്യ കോൺഗ്രസ് സഖ്യമാണ് CPIക്ക് അഭികാമി. അതെല്ലാവർക്കും ബോധമുള്ളവർക്ക് മനസ്സിലാവും. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന നിലയിലേക്ക് CPI നീങ്ങിക്കൊണ്ടിരിക്കുക അഖിലേന്ത്യാ ലെവലിൽ. ആ നീക്കത്തിന്റെ ഭാഗമായി കേരളത്തിലും അതിൻ്റെതായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ പ്രവർത്തനം വരുമ്പോ ഞങ്ങളുടെ ഗവൺമെന്റ് കളയാലെന്ന് പിണറായി ഒന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഒരു കള്ളക്കച്ചവടത്തിന്റെ ഭാഗമാണിത്. അതായത് അവിടെ അതാണോ സ്കറിയ തോമസിന് എന്താണ് ഇതിനകത്തൊരു ബലം? സ്കറിയ തോമസിന് പിന്നിൽ ആരാണ്? പറഞ്ഞുതരാം. സ്കറിയ തോമസ് പറയുന്നത് ഇതിനകത്തൊരു നങ്കൂരമാണ്. സ്കറിയ തോമസ് പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറയാം. മാണിയായിട്ട് ചർച്ച നടത്തിയ കാര്യമാണ്. പിണറായി സഖാവിന്റെ എല്ലാ ഇടപാടിലും കൂട്ടു നിൽക്കുന്ന ഏക കത്തോലിക്ക ബിഷപ്പുണ്ട്. അങ്ങേരാണ് നിൽക്കുന്ന വേറെ ബിഷപ്പുമാരും ഉണ്ടോ? അങ്ങേരെ ബിഷപ്പുമാരുടെ മറ്റു ബിഷപ്പുമാരുടെ പുറകിലൊക്കെ അല്ലേ? അത് തന്നെ കത്തോലിക്ക സഭ ബിഷപ്പന്മാർ പറഞ്ഞ ഏതെങ്കിലും കത്തോലിക്ക വോട്ട് ചെയ്യുമോ? ഇവിടുത്തെ കേരളത്തിലെ മറ്റ് ക്രൈസ്തവ സഭകളായി താരതമ്യപ്പെടുത്തുമ്പോ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്മാരെ അച്ഛന്മാരുടെയും പാർട്ടിയാണ്. അതിനകത്ത് ജനങ്ങളില്ല. അവിടെ ഒരു MLA പഞ്ചായത്ത് പ്രസിഡന്റോ എന്ന് പറഞ്ഞാൽ പോലും കുഴിവെട്ടുകാരെ കഴിഞ്ഞ സ്ഥാനം കിട്ടുള്ളൂ. ഇതിലേക്കൊന്ന് വരാം. പി സി ജോർജിന്റെ ഒരു കാൽക്കുലേഷൻ ഇപ്പം അവരൊക്കെ ഒരു MLA എന്ന് പറഞ്ഞാൽ ആ മാന്യത അവർ കൊടുക്കും. ആ അംഗീകാരം സഭയ്ക്കകത്ത് MLA-മാർക്കും ജനപ്രതിനിധികൾക്കുള്ള ആ അംഗീകാരം കേരള വ്യാപകമാണ്. എന്തൊക്കെ ഈ മെത്രാന്റെ പുറത്തുള്ള കത്തോലിക്കന്റെ കാര്യം ഞാനൊരു കത്തോലിക്കനായി പറയുന്നത് തെറ്റിദ്ധരിക്കണ്ട. സംബന്ധിച്ചു ഞാനൊന്ന് ഇടപെടുന്നു, വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ഇതിനകത്ത് താങ്കൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കറിയ തോമസിലൂടെ ഇത്തരം ഒരു നീക്കം അത് മുന്നണിക്കകത്ത് CPI-യുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു സൂചന കൊടുക്കൽ എന്നതിനപ്പുറത്തേക്ക് അത് പോകില്ല. ഇതാണ് ശ്രീ PC ജോർജും പറഞ്ഞു വെക്കുന്നത്. മാണിയോട് ഓരോ MLA കൂടെ പോകും, ബാക്കിയുള്ളവർ എവിടെയും പോക്കോട്ടെ, മാണിയുടെ പ്രശ്നമില്ല. ഇപ്പോ 89 പോയാല് മനസ്സിലായില്ലേ? 72 ഉണ്ടല്ലോ അവര്. ആ 72 274 അത്ര മതിയവർക്ക്. മാണിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്താൽ വളരെ ശ്രദ്ധ. മാണിക്ക് മകനെ മന്ത്രിയാക്കിയാൽ മതി. അല്ല അങ്ങനെ MLA-മാർ എതിർത്താലും മാണി പോകും എന്നൊക്കെ താങ്കൾക്ക് തോന്നുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് അത്തരമൊരു ആലോചന നടന്നിരുന്നു. അത് നന്നായി അറിയാവുന്നയാളാണ് PC ജോർജ്. ആ ചർച്ചകളിൽ, ആലോചനകളിൽ, വർത്തമാനങ്ങളിൽ പങ്കാളിയായിരുന്ന ആൾ കൂടിയാണ്. അന്നത്തെ മാണിയുടെ മനോഭാവം അറിയാവുന്നത് കൊണ്ടാണോ PC ജോർജ് ഇപ്പോൾ മാണി ആവശ്യപ്പെട്ടിട്ട് അന്ന് മാണി UDF മന്ത്രിയാണ് എന്നോട് വിളിച്ച് PC നമുക്കൊരു മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, എന്റെ ഒരു തെറ്റായ ധാരണ അങ്ങനെ ഉണ്ടായിരിക്കും. ഇതാ ഒരു കേരള കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ. മാണി നിർബന്ധമായി ആവശ്യപ്പെട്ടിട്ടാണ്. ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. EP ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ സംസാരിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട CPM നേതാക്കന്മാരെ മാണിയുടെ വീട്ടിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ച് CPM-ന്റെ ഏറ്റവും ഉന്നതനായ നേതാവിനോട് ഫോണിലൂടെ മാണിയെ കൊണ്ട് സംസാരിപ്പിക്കുകയും പിറ്റേ ദിവസം രാവിലെ തീരുമാനമെന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷെ മാണിയുടെ മകനും മകന്റെ ഭാര്യയെ കൂടി അത് തകർത്തു. അതിന് കാരണം 3 മന്ത്രിസ്ഥാനം കൂടെ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി മാത്രമല്ല. അപ്പൊ ആ മന്ത്രിസ്ഥാനത്ത് 3 പേര് വരുമ്പോ സ്വാഭാവികമായും മാണിയുടെ മകന് സ്ഥാനമില്ല എന്ന് മാത്രമല്ല മാണിയുടെ മകൻ ഔട്ടാണ്. അത് കണ്ടുകൊണ്ട് അതിബുദ്ധിയാണുള്ള മകനുള്ളത്. ആ മാണിയുടെ സന്തതിയല്ലേ മോശം വരുമോ? അവൻ കാണിച്ചത് വിവരക്കേടാണ് തന്തയെ മുഖ്യമന്ത്രിയാക്കാതെ വഴിയാധാരമാക്കിയത്. അല്ലെ ഈ തന്ത മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കേണ്ട മനുഷ്യനാണ്. ഞാൻ ഉത്തരവാദിത്തോടുകൂടി സത്യം ചെയ്താണ് ഈ കാര്യം പറയുന്നത്. ധൈര്യമായിട്ടിരുന്നോളൂ.
ഇതിൽ അന്ന് ജോസ് കെ മാണി മാത്രമായിരുന്നോ? MLA-മാർ അന്നും കേട്ടതൊരു കാര്യം, MLA-മാരിൽ 2 പക്ഷം ഉണ്ടായിരുന്നു. പി ജെ ജോസഫ് അടക്കം താല്പര്യമുള്ള ആളുകളല്ലല്ലോ. താങ്കൾ പറഞ്ഞ പോലെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായേനെ. അതും പറയാം. പി ജെ ജോസഫ് അടക്കമുള്ളവർ മാണി പി ജെയുടെ അനുവാദം കിട്ടുമോ PC നോക്കണമെന്ന് എന്നോട് പറഞ്ഞു. ജോർജ് ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ എങ്ങനെ പി ജെ ജോസഫിന്റെ വീട്ടിൽ ചെന്ന് ആദ്യമായി പി ജെ ജോസഫ് പടങ്ങിയ ശേഷം അദ്ദേഹത്തിന് ഔദ്യോഗിക മെസ്സേജ് ചെല്ലുകയാണ്. ഞാൻ അദ്ദേഹം ചെന്ന് അദ്ദേഹം വഴി ഇറങ്ങി വന്നു. ഞാൻ വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു. എനിക്കൊരു പണക്കൊല ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം മന്ത്രിയാണ്, പിന്നെ ശ്രമിക്കേണ്ട കാര്യം. അദ്ദേഹം ഉടനെ തന്നെ മാണിയെ കണ്ടേക്കാന്ന് പറഞ്ഞു. അത് വെച്ച് മാണിയോട് ഞാൻ പറഞ്ഞു വീട് ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. തിരിച്ചെന്ന് അടുത്തടുത്ത വീട് അറിയാം. പക്ഷെ പി ജെ മാണിയുടെ മനസ്സിലായി. എന്നിട്ട് പി ജെ ഇറങ്ങി. ഞാൻ ഓടി മാണിയുടെ വീട്ടിൽ ചെന്ന് പി ജെ വിളിച്ചു. ആ പി ജെ പറഞ്ഞു ഞാൻ ഇങ്ങനെ KM മാണി എന്നോട് ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പൊ വെറുതെ പി ജെ പോയി കയറി മാണി മിണ്ടിയില്ല. അപ്പൊ ഞാൻ ചെന്ന് മാണിയുടെ വീട്ടിൽ ചെന്ന് അതിന് മറ്റേപ്പണി കാണിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് വീട്ടിൽ പറഞ്ഞിട്ട് മാനസാർ സംസാരിക്കരുത്, മോശമായി പോയില്ലെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് എന്നോട് പറയണ്ടേ, അത് ഞാനാണോ പറയേണ്ടത്? പിന്നെ ക്യാബിനറ്റ് ദിവസം മാണി ആ ക്യാബിനറ്റിന്റെ റൂമിൽ മുന്നേ അവിടെ പോയി നിന്നിട്ട് അതിന് പുറവശത്തോടെ ഇറങ്ങി മാണിയുടെ ഓഫീസിൽ ധനകാര്യമന്ത്രി ഓഫീസിലോട്ട് പോകാം. ഞാൻ അതിന്റെ കോറിഡോറിൽ പോയി നിന്നു. മാണി വന്നു. അപ്പൊ ഞാൻ പിടിച്ചു നിർത്തി. ജോസഫ് വന്ന് പിടിച്ചു നിർത്തി സംസാരിച്ചോളാൻ പറഞ്ഞു. തീരുമാനം ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഉടനെ പി ജെ പറഞ്ഞു എനിക്കൊരു വിരോധമില്ല, PC എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. KM മാണി സാർ മുഖ്യമന്ത്രി സാഹചര്യമുണ്ട്, ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞു. പിന്നെ ആരോഗ്യത്വം ഈ പറയുന്നത് എന്റെ മുന്നേറ്റുണ്ടായ കാര്യങ്ങളാണ് ഇതൊക്കെ. PC ജോർജ്, അങ്ങനെ വരുന്നൊരു മുഖ്യമന്ത്രി കാലത്തിന്, മുഖ്യമന്ത്രി പദത്തിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു കാലാവധി നിശ്ചയിച്ചിരുന്നോ? എങ്ങനെയായിരുന്നു? CPM പോലൊരു പാർട്ടി KM മാണി അങ്ങനെ അങ്ങ് മുഖ്യമന്ത്രിയായി ഇരുത്തും ഒരു സംഘടിതമായ മുന്നണി കയ്യിലുള്ളപ്പോൾ എന്ന് പറയുന്നതിലും ഒരു അവിശ്വസനീയതയുണ്ട്. അതിനെന്തായിരുന്നു ധാരണ അങ്ങനെയാണെങ്കിൽ? അതിന്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ മാണി വെച്ച ഡിമാൻഡ് എല്ലാ CPM-ന്റെ ആളും ഗവൺമെന്റ് പങ്കാളിയാകണം. അവര് സമ്മതിച്ചു. പക്ഷെ കണ്ടീഷൻ 6 മാസം പാർലമെന്റ് ഇലക്ഷൻ കഴിയുമ്പോ മാറണം, അല്ലെങ്കിൽ പാർലമെന്റ് 6 മാസമേ പറ്റുള്ളൂ. അതിന് മാണി തയ്യാറായിരുന്നു. 100 സത്യം ചെയ്ത എന്നോട് സമ്മതിച്ചെന്ന്. ഈ CPI-ക്ക് ഒരു എതിർപ്പ് ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? CPI സമ്മതിച്ചാണ്, എല്ലാവരും സമ്മതിച്ചു. അത് യാതൊരു തർക്കവും അക്കാര്യത്തുണ്ടായിരുന്നു. ഞാൻ CPI-യുടെ ആളുമായിട്ട് ഞാൻ സംസാരിച്ചല്ലേ. PC ജോർജ്, ഞാൻ എനിക്ക് പലരിലേക്കും പോകേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അതിനിടയിൽ വന്നതൊരു ബാർ കോഴയാണ്. അതിൻ്റെ അലോഹ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. കാലം മായ്ക്കാത്ത പാടുകളില്ല എന്ന് പറഞ്ഞ പോലെ അതേ നേതാക്കൾക്ക് വീണ്ടും തങ്ങളുടെ ക്രൈസ്തവ ബെൽറ്റ് സ്വാധീനം വർദ്ധിപ്പിക്കാൻ, അതിനൊക്കെ താങ്കൾക്ക് തർക്കം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ അതിലേക്കല്ല വരുന്നത്. വീണ്ടും ഒരു ആലോചിക്കാൻ മാണി കൂടെ വരുന്നെങ്കിൽ കൂടെ കൂട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ടതില്ലല്ലോ? അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച ആരംഭിച്ചാൽ അത്ഭുതപ്പെടാനില്ലല്ലോ ഇടതു ക്യാമ്പിൽ, CPM-ൽ? ഒരു തർക്കമില്ല. ഇടതു ക്യാമ്പിൽ ചർച്ച ചെയ്താൽ മാണി സന്തോഷത്തോടെ പോവും. പക്ഷെ മാണിയുടെ മകനെ മന്ത്രിയാക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. മാണി ആഗ്രഹിക്കുന്ന മാണിക്ക് വേണമെന്നില്ല, കാരണം ഓർമ്മയൊന്നുമില്ല. ഇത്തവണ ദിവസം തന്നെ അതിലേക്കൊന്നും പോകണ്ട. അദ്ദേഹം വളരെ വലിയൊരു നേതാവല്ലേ? പ്രായം ഒരു പ്രധാന ഘടകമാണ്. അതിൻ്റെ പരിഗണനയൊക്കെ നമ്മൾക്ക് കൊടുക്കണമല്ലോ. ശ്രീ PC ജോർജ്, വളരെയധികം നന്ദി. ശ്രീ ജോണി നെല്ലൂർ, ഒറ്റ കാര്യത്തിൽ UDF-ന്റെ വലിയ കക്ഷിയായി നിന്നു. നിങ്ങൾ പിണങ്ങിയപ്പോൾ പോലും നിങ്ങളെ വ്യക്തിപരമായി അതിൽ നിർത്തിയ മുന്നണിയുടെ ഭാഗമാണ് നിങ്ങൾ. പക്ഷേ ശ്രീ KM മാണിയെക്കുറിച്ച് ഈ സാധ്യതകളെല്ലാം ആലോചിക്കാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന ഒരു കർഷക കൂട്ടായ്മയിലാണ് നിങ്ങളും പങ്കാളിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും സംശയിക്കണം. മാണിക്കൊപ്പം എല്ലാ സാഹചര്യങ്ങളും ഒത്താൽ ജോണി നെല്ലൂർ UDF വിടാൻ തയ്യാറാകും. ശരത്തെ, ഇങ്ങനൊരു ചർച്ച തന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ഇതൊരു നെഴലിനോട് ഉള്ള യുദ്ധം പോലെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം എടുത്ത് ചർച്ച ചെയ്യുന്നതിൽ അപ്പുറത്തൊന്നും ഞാൻ കാണുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഞാൻ UDF-ന്റെ സെക്രട്ടറിയും കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനുമാണ്. ഇവിടെ കൃഷിക്കാരുടെ ഒരു യോജിച്ചുള്ള നീക്കം, ഒരു കർഷക മുന്നേറ്റം ആവശ്യമാണെന്നുള്ള ചിന്ത കൃഷിക്കാരുമായി ബന്ധപ്പെട്ടുള്ള സംഘടനകളുടെ ഭാഗത്തുണ്ടായി. ആ സംഘടനകൾ ഭാഗത്തുണ്ടായപ്പോൾ അവരുമായി ആഭിമുഖ്യമുള്ള കൃഷിക്കാരുടെ പേര് പറഞ്ഞ് രൂപം കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ശരിയാണ്. ജോണി നെല്ലൂർ, ആ പറയുന്ന കർഷകരുടെ പ്രതിസന്ധി പോലെയാണ് നിങ്ങൾ നേതാക്കളുടെയും അവസ്ഥ. സ്വന്തമായി ഉറപ്പിക്കാവുന്ന ഒരു സീറ്റ് പോലും കയ്യിലില്ല. കഴിഞ്ഞ തവണ താങ്കൾക്ക് കിട്ടിയ ദുരനുഭവമുണ്ട്. അന്ന് ഇടതുമുന്നണി ഓഫർ ചെയ്തിരുന്നെങ്കിൽ താങ്കൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമായിരുന്നു. സാങ്കല്പിക ചോദ്യമായി തള്ളിക്കളയാം. പിണങ്ങിയ താങ്കളെ UDF വീണ്ടും കൂടെ കൂട്ടുകയായിരുന്നു, അനുനയത്തോടെ കൂടെ കൂട്ടുകയായിരുന്നു.
ഇവിടെ സമാനമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പി സി ജോർജ് പറഞ്ഞതെല്ലാം ഒന്നും തള്ളിക്കളയാവുന്നില്ല. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചകളാണ് അക്കാലത്ത് നടന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഒരു സീറ്റേ ഒരു സീറ്റേ UDF തരത്തുള്ളൂ. ജോണിക്ക് വല്ല ഭാവിയുണ്ടോ എൻ്റെ ജോണി അവിടെ? ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു കാര്യം. ഇവിടെ ഇപ്പൊ മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്ത കാണുമ്പോ ജോണി നെല്ലൂർ ആ നീക്കത്തിൽ ഏത് നീക്കമാ? രാഷ്ട്രീയമായി ഒരു ചർച്ചയും നടക്കാത്ത കൃഷിക്കാരുടെ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്ത വളരെ ചെറിയ ഒരു ബോഡി ചർച്ച ചെയ്ത യോഗം നടന്നു. മാണിക്ക് വരാമെന്ന ഒരു പരസ്യ സ്റ്റേറ്റ്മെന്റ് നടത്തിയല്ലോ. തോമസിനോട് ചോദിക്കണം. അല്ല, ജോണി അത്തരം ഒരു കൂട്ടായ്മയുമായി സഹകരിക്കുന്നതോടെയാണ് താങ്കൾ സംശയത്തിന്റെ നിഴലിലാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അത് UDF നേതാക്കളും താങ്കളെ സംശയിച്ചേക്കാം. ഒന്നുമില്ല. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വളരെ കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞല്ലോ. നിങ്ങളുടെ ചാനലിലും കണ്ടു. താങ്കളോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. സംസാരിച്ചു. ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. താങ്കളോട് സംസാരിക്കേണ്ടി വരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് താങ്കളെ വിളിച്ചു ചോദിക്കേണ്ടി വന്നു, ഇതിലൊക്കെ വല്ല വാസ്തവമുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു സംശയത്തിന്റെ ഒരു കണിക എന്തോ ബാക്കി മിച്ചം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ജോണി നെല്ലൂർ. ചില ആളുകളുടെ ചില രീതി കണ്ടാൽ ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു കലഹവും ഇല്ലാത്ത ഞങ്ങളുടെ പാർട്ടിയിൽ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങൾ ഇതിനകത്തുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. എന്റെ പാർട്ടിയിൽ അത് താങ്കൾ ആരെയാണ് സംശയിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിൽ ആരെയാണ് സംശയിക്കുന്നത്? ഇപ്പൊ കേൾക്കുന്നവർക്ക് അനൂപ് ജേക്കബിനെയൊക്കെ തോന്നും. ജോണി നെല്ലൂരിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താൻ നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാരാകാം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്കൊന്നല്ല പോയത്. എന്റെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ, 2 വൈസ് ചെയർമാൻമാർ, 6 ജനറൽ സെക്രട്ടറിമാർ, മുതിർന്നവർ, അങ്ങനെ 10 പേരാണ് ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തത്. ഏതായാലും ജോണി നെല്ലൂരിനെ സംശയിക്കുന്നില്ല. പോരെ, ഇവിടെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, പി സി ജോർജ്, ആർ ബാലകൃഷ്ണനുള്ള ജോണി നെല്ലൂർ, 3 പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം. ആന്റണി രാജു നമ്മൾക്കൊപ്പം ഉണ്ട്. ഈ വർത്തമാനങ്ങളാകെ നമ്മുടെ മുമ്പിലുണ്ട്. പി സി ജോർജ് ആ കാലത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. ഏത് നിലയ്ക്കുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് ആണ് ഇതിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അത്ര നിഷ്കളങ്കമാണെന്നൊന്നും കരുതേണ്ടതുമില്ല. അല്ല, 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പി സി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ടും സത്യമാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായിട്ട് ഇടതുമുന്നണി ചർച്ച ചെയ്ത് CPI CPM പാർട്ടികൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. കാരണം അന്ന് ശ്രീ ഉമ്മൻചാണ്ടി അജയ്യനായി നിലനിൽക്കുകയാണ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താനായിട്ട് LDF പഠിച്ച പണി 18 കഴിച്ച് പഠിച്ച പണി 19 പയറ്റി പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ പൂഴിക്കടകൻ എന്ന രീതിയിലാണ് KM മാണി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതിന് യോജിച്ചതായിരുന്നു. KM മാണിയെ കൊണ്ടുവരുന്നതിന് എന്നെപ്പോലുള്ള ആളുകൾ ഏത് കാലത്തും എതിരാണ്. പക്ഷേ നേതാക്കന്മാർ അങ്ങനെ ആഗ്രഹിച്ചു എന്നുള്ള സത്യമാണ്. നമുക്കറിയാമല്ലോ, CPMന്റെ പ്ലീനത്തിന് മാണിയെ വിളിച്ച് പ്രസംഗിപ്പിച്ച അടക്കമുള്ള കാര്യങ്ങൾ. പന്ന്യൻ രവീന്ദ്രൻ KM മാണി ഒരു യോഗ്യനാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷമാണ് അതിന് പ്രതികാര നടപടി എന്ന നിലയ്ക്ക് ശ്രീ ഉമ്മൻചാണ്ടിയും സംഘവും ബിജു രമേശിനെ ആ ചരിത്രമല്ല. നാളെ മുതലുള്ള രാഷ്ട്രീയത്തിൽ നേരത്തെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള താങ്കളിലേക്ക് ഇട്ടു തന്നൊരു ചോദ്യമുണ്ടല്ലോ ശ്രീ ജയശങ്കർ. അതായത് ഇപ്പോൾ അതാണ് പറഞ്ഞത്. അതിലേക്ക് വരാം. ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. സത്യസന്ധമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയത്. അനുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരിയാണ്. മാത്രവുമല്ല, ഇന്നത്തെ നിലയ്ക്ക് KM മാണിയെ ഇടതുമുന്നണി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒന്നാമത് ഇവിടെ ഒന്നാന്തരം മുഖ്യമന്ത്രി ഉണ്ടല്ലോ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്. ഇനി KM മാണിക്ക് മുഖ്യമന്ത്രി ആവുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇനി അന്ന് വന്ന പോലെ ഒരു സ്വീകാര്യത KM മാണിക്ക് ഇടതുമുന്നണിയിൽ ഉണ്ടാകില്ല. CPI ഒരു കാരണവശാലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയില്ല. CPMൽ തന്നെ പ്രബലമായൊരു വിഭാഗം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരല്ല. പിന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് എന്ത് വിശേഷം ഉണ്ടാവുന്നത്? ഇവിടെ ബാലകൃഷ്ണപിള്ള പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്. അതെന്തറിയാമോ? KM മാണിയുടെ മൈലേജ് അല്പം വർദ്ധിച്ചു. KM മാണിക്ക് UDFലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി ഇപ്പോൾ നടക്കുന്ന ഡ്രാഫ്റ്റിംഗിന്റെ പിന്നിൽ എന്ത് എന്ന ചോദ്യം അത് തന്നെയാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, നമ്മൾക്ക് ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, അതിനുവേണ്ടി മാത്രമുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ശരിവെക്കുന്നു അഡ്വക്കേറ്റ് ജയശങ്കറും. അദ്ദേഹത്തിന്റെ ടെലിവിഷൻ വോളിയം കൂട്ടി വെച്ചിരിക്കും. താങ്കൾ പറഞ്ഞത് ശരിവെച്ചു അഡ്വക്കേറ്റ് ജയശങ്കർ. CPI ഒന്ന് വരട്ടാൻ വേണ്ടി മാത്രം, അതിനപ്പുറത്തേക്ക് ഒരു കഥയും CPMിലില്ല, ഇടതുമുന്നണിയിലില്ല. ജയശങ്കർ പറഞ്ഞാണ് ശരി. കാര്യം ഇപ്പം മാണിയെ കൊണ്ട് എന്തോ ആവശ്യം? മാത്രമല്ല, മാണി ജയിച്ച 3 സീറ്റുകളെങ്കിലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളാണ്.
ആ സീറ്റുകള് UDF-ന്റെ കൂടെ നിന്നില്ലെങ്കിൽ ആ സീറ്റുകൾ മാണിക്ക് കിട്ടുകയില്ല. UDF ആയതുകൊണ്ടാണ് കിട്ടിയത്. LDF-ന്റെ കൂടെ നിന്നാൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ 1-2 സീറ്റ് എന്തായാലും കിട്ടുകയില്ല എന്നാണ് എന്റെ വിശ്വാസം. ഏത് സീറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരാരും തയ്യാറാകത്തില്ല. ഒന്ന്, തീർച്ചയായിട്ടും മാണിയെ ഇന്നത്തെ നിലയ്ക്ക് ഇതിൽ സ്വീകരിക്കുന്ന മറ്റൊന്നും ഞങ്ങൾ ഇതിനകത്തില്ലെങ്കിലും ഈ നേതാക്കന്മാരെ വളരെ ഹയർ ലെവലിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. CPI-യിലെയും CPM-ലെയും മുന്നണിയിലില്ല എന്നുള്ളത് ശരിയാണ്. അവരാരും ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂചിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അത്രയ്ക്ക് സത്യസന്ധതയൊക്കെ അവർക്കുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ചെയ്യുമായിരുന്നു എന്നാണ്. ഇത് സ്കറിയ തോമസ് അവരുടെ അനുവാദത്തോടു കൂടിയാണ് ഇത് പറഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം മാണിയുമായിട്ട് നേരിട്ടാകാമല്ലോ. അതുകൊണ്ട് നേരത്തെയും താങ്കൾ അത് തന്നെയാണ് ഓരോ പാർട്ടി ചേരുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വന്തമായി നിലനിൽപ്പില്ല. ഞാനൊന്ന് ഇടപെടുന്നു. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, വളരെയധികം നന്ദി. ഏതായാലും ഇത് മുന്നണി അറിഞ്ഞുള്ള ഒരു നീക്കമായി അദ്ദേഹം കാണുന്നില്ല. സ്കറിയ തോമസ് സ്വന്തം നിലയ്ക്ക് ചെയ്തതാകാം. അതിനേക്കാൾ ഉപരി ശ്രീ ജേക്കബ് ജോർജ് അദ്ദേഹം പറഞ്ഞ പോലെ UDF-ലേക്ക് തിരികെ പോകാൻ ഉള്ള ഒരു പൊതു ആലോചനയിൽ ഇത് കുറെ കൂടി ശ്രീ KM മാണിക്ക് ഗുണം ചെയ്തേക്കാം എന്നതിനപ്പുറം ഒരു തരത്തിലും ഇടതുമുന്നണിയുമായി പുതിയ സാഹചര്യത്തിൽ ജയശങ്കർ പറഞ്ഞ പോലെ പണ്ട് ഒരു മുഖ്യമന്ത്രി പദത്തിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു എന്നെങ്കിലും പറയാം. ഇന്ന് കുറെ കൂടി ദുർബലമായ ഒരു ക്ഷണം മാത്രമായി അത് മാറും. അപ്പോൾ UDF-ൽ ഉറയ്ക്കാൻ, UDF-ൽ കുറച്ചുകൂടി ഗൗരവമായി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും ഇതടക്കം ഉപകാരപ്പെടുത്തിയെടുക്കാൻ മാണി ശ്രമിക്കുക. അതെ, അതായത് ഇന്നത്തെ ജോർജ് ജെ മാത്യു, പൊട്ടംകുളം അപ്പച്ചൻ എന്ന് പറയുന്ന പഴയ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ്, അദ്ദേഹം സ്കറിയ തോമസ്, ഈ സ്കറിയ തോമസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് എന്ന പേരൊക്കെ ഉണ്ടെങ്കിലും ആ കൂടി ചുരുങ്ങി ഇച്ചിരേ ഉള്ളൂ. അങ്ങനെ ഒരു അസ്തിത്വം എന്ന് പറയുന്നതന്നെ പേരിന് മാത്രം. നിൽക്കുന്നതോ ഇടതുമുന്നണിയിൽ. അപ്പോൾ അവിടെ ഒരു പേരും പെരുമയും. ഒരു സീറ്റ് മത്സരിച്ചു, ജയിച്ചിരുന്നെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു. ഇപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, ഫ്രാൻസിസ് ജോർജ് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി. പക്ഷേ ആ പാർട്ടിക്ക് പോലും സ്കറിയ തോമസ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇടതുമുന്നണിയിലേക്ക് പ്രവേശനമില്ല. ആർ ബാലകൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ ഒരു MLA ഉണ്ട്, കേരള കോൺഗ്രസ് ആണ്, പക്ഷേ അവർക്കും പ്രയോജനമില്ല, ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു അസന്നിഗ്ധാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാവം സ്കറിയ തോമസിൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ ഒരു ഐഡിയയാണിത്. എന്തൊക്കെയാണെങ്കിലും ചർച്ചാ വിഷയമായല്ലോ. മാണിക്ക് സന്തോഷമായി, എല്ലാവർക്കും സന്തോഷം. ഏതായാലും സ്കറിയ തോമസ് ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ചർച്ചയ്ക്കെല്ലാം വഴിമരുന്നിട്ടിട്ട്. ശ്രീ ആന്റണി രാജു, ഇവിടെ ഇതിനകത്ത് ഈ ചർച്ച കൊണ്ടുണ്ടാകുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്കൊക്കെ സഹകരണം മാത്രമാണ്, ഘടകകക്ഷി പരിഗണന ലഭിച്ചിട്ടില്ല, ഘടകകക്ഷികളാക്കിയിട്ടില്ല. ആ മുന്നണിയിലേക്കാണ് മാണിയുടെ കടന്നുവരവിനെ ഘടകകക്ഷിയായ സ്കറിയ തോമസ് സ്വാഗതം ചെയ്തുകൊണ്ടൊരു നിലപാട് സ്വീകരിക്കുന്നത്. 2, PC ജോർജ് പറഞ്ഞതുപോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് താങ്കൾ പറഞ്ഞതുപോലെയുമല്ല, തുറന്നു തന്നെ PC ജോർജ് പറയുന്നു, മുഖ്യമന്ത്രി പദം ഓഫർ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അത് മാണിയുടെ അത്തരമൊരു ആഗ്രഹം അംഗീകരിച്ചുകൊണ്ടും ഒരു ഇടക്കാല സെറ്റിൽമെൻ്റ് ആക്കാൻ ഇടതുമുന്നണിയുമായി ഒരു ആലോചന നടന്നിരുന്നു. ജോസ് കെ മാണി മാത്രമാണ്, ജയശങ്കർ പറഞ്ഞ പോലെ, എതിർപ്പ് നിന്നത്. താങ്കൾ പറഞ്ഞ പോലെ തന്നെ MLA-മാർ ഒന്നിച്ചു നിന്നു, PJ ജോസഫ് അടക്കം, PC ജോർജ് ഇപ്പോൾ പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് പുതിയ കാലത്ത് ഈ വർത്തമാനങ്ങളൊന്നും മുന്നണിയിൽ നടക്കില്ല എന്നൊന്നും ധരിച്ചിരുന്നാൽ അങ്ങനെ ധരിക്കുന്ന നിങ്ങളാവും മണ്ടന്മാരാവും. ശരത്ത്, അതിനൊരു വ്യത്യാസമുണ്ട്. ബാർക്കോഴ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള KM മാണിക്കുള്ള സ്വീകാര്യത ബാർക്കോഴ ആരോപണത്തിന് ശേഷം ഇല്ല എന്ന് മാത്രമല്ല, എവിടെയാണ് അന്വേഷിച്ച് തെളിയിച്ചത്? അന്വേഷിക്കാൻ പോയ വിജിലൻസ് ഡയറക്ടർ പോലും ഇന്നിപ്പോൾ ഇനി സർവീസിൽ തിരിച്ചു വരുമോ എന്നറിയാത്ത സാഹചര്യം. കാലം മായ്ക്കാത്ത പാടുകളില്ല, ആക്ഷേപങ്ങളില്ല. അതൊക്കെ ശരത്തെ, നേതാക്കൾക്ക് പറയാം. അതൊക്കെ നിയമത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ അതിനൊക്കെ വിലയുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ അതല്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ആയുധമാക്കി ജനങ്ങളുടെ മുമ്പിൽ പ്രചരണം നടത്തിയൊരു വിഷയമാണ്. അല്ല, അതാ ഞാൻ അതൊക്കെ കോടതിയിലും നിയമപരമായി ഒരുപക്ഷെ ഡിമാൻഡും അക്സെപ്റ്റൻസും ഇല്ലാത്തതിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. ഞാനും ഒന്ന് വാദിച്ചതാ. പക്ഷേ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ നിയമം മാത്രമല്ല നോക്കുന്നത്, കോടതിയിലെ കേസ് മാത്രമല്ല നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്നത്തെ സ്വീകാര്യത ഇന്നില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, CPI നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് മാണിയെ വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 2, ഒരു കാര്യം ഇടതുപക്ഷ മുന്നണിക്ക് നല്ലതുപോലെ അറിയാം, ഇടതുപക്ഷ മുന്നണിയിലേക്ക് മാണിയെ കയറാൻ വന്നാൽ മാണിയുടെ പുറകിൽ കൂടെ MLA-മാരുണ്ടാകില്ല എന്നുള്ളത് നമ്മെക്കാളും കൂടുതൽ ഇടതുപക്ഷ മുന്നണിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ഒരാൾ പോലും ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്? മാണി അങ്ങനെ ആഗ്രഹിച്ചാൽ എൻ്റെ റീഡിങ്ങിൽ മാണി എത്ര ശ്രമിച്ചാലും ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ മാണിയോടൊപ്പം ഏറിയാൽ ഒരു MLA
ഏറിയാൽ അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു കണക്കൂടി. ചില പക്ഷേ തെറ്റായിരിക്കാം. പി ജെ ജോസഫ് എടുക്കാൻ പോകുന്ന ഒരു നിലപാട് എന്താവും? കഴിഞ്ഞ തവണ പി സി ജോർജ് പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയാകാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ തിരികെ നമ്മൾക്ക് ഞാൻ LDF-ലേക്ക് പോകാം, മാണി സാർ മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ ആയിക്കോട്ടെ നല്ലത് എന്ന് പറഞ്ഞ പി ജെ ജോസഫ് ഇത്തവണ മാണി ആഗ്രഹിച്ചാൽ കൂടെ നിൽക്കും. ഏതായാലും മാണിക്ക് ഇത്തവണ ഇവിടെ മുഖ്യമന്ത്രിയാകാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഉറപ്പ് മാത്രമല്ല, ഒരു കാരണവശാലിനി ഈ നീക്കത്തോട് പി ജോസഫ് സാർ ഉൾപ്പെടെയുള്ള അപ്പുറം നിൽക്കുന്ന MLA-മാരിൽ ബഹുഭൂരിപക്ഷം ഒരു കാരണവശാൽ ഇടതുപക്ഷ മുന്നണിയും തയ്യാറാകില്ല. മാണിയോടൊപ്പം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം MLA-മാരും തയ്യാറാകാത്തോട് തന്നെ ഇത് വെറും വെള്ളത്തിൽ വരച്ച വരയായിട്ട് അപ്പുറത്തേക്ക് മാണി ഇപ്പോൾ UDF-ൽ അവിടെയുള്ള സ്വീകാര്യത കുറഞ്ഞതുകൊണ്ട് അല്പം മാർക്കറ്റ് ഒന്ന് കൂട്ടിക്കാൻ നടത്തുന്നൊരു ശ്രമത്തിനപ്പുറത്തേക്ക് ഇതിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. ഏതായാലും ഇടതുപക്ഷ മുന്നണിയിലേക്ക് ഒരു പ്രവേശം ഈ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടില്ല. മുന്നണിയിലോട്ട് കയറാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നില്ല സ്കറിയ തോമസിന്റെ ഈ വർത്തമാനങ്ങളും. നല്ലൊരു സ്വപ്നമായിരുന്നു കേട്ടോ. അതെ, സ്കറിയയുടെ സ്വപ്നവും ഇവരുടെ സ്വപ്നവും ഞാൻ പറയുന്നില്ലേ ഇന്ന് നിലനിൽക്കുന്ന ആന്റണി രാജു അങ്ങനെ ഒരു നീക്കം മുന്നോട്ട് പോയാൽ നടക്കില്ല, സാങ്കല്പികം. പിന്നെ നിങ്ങൾക്ക് ആ മുന്നണിയുമായി പോലും സഹകരിക്കാനും ആവില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വിരുദ്ധതയിലാണ് അങ്ങനെ ഒരു നീക്കമൊക്കെ കേരള രാഷ്ട്രീയത്തിൽ നടന്നാൽ ഇവിടെ രാഷ്ട്രീയമായി വലിയ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആരും സംശയമില്ല. അതായത് ശ്രീ ജയശങ്കർ ഒറ്റ വാചകത്തിൽ ഇദ്ദേഹം പറഞ്ഞതാണോ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ പഴയ ജോസഫ് ഗ്രൂപ്പ് ജനിക്കും, ഞങ്ങളും ഒക്കെ അതിന്റെ പിന്നാലെ പോകാൻ നിർബന്ധിതരാകും എന്നൊരർത്ഥമുണ്ടോ? അല്ല ശ്രീ ആന്റണി രാജു സമ്മതിച്ചാലും ഇല്ലെങ്കിലും പി ജെ ജോസഫിൻ്റെയും മോൻസിൻ്റെയും ഒക്കെ ഹൃദയം ഇവരുടെ കൂടെയാണ്. ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവൊക്കെ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അവർക്ക് എങ്ങനെ അപ്പുറത്ത് നിൽക്കാൻ പറ്റും? അവരൊക്കെ ഒന്നാണ് ശരത്ത്. ഇവർ തമ്മിൽ ഒരു ഹൃദയ ഐക്യം ഇപ്പോഴും ഉണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്. പി ജെ ജോസഫിന് ഫ്രാൻസിസ് ജോർജിനെ തള്ളി പറയാൻ പറ്റും, ആന്റണി രാജുവിനെ തള്ളി ഇവർ രണ്ട് പാർട്ടിയിൽ നിൽക്കുമ്പോഴും അവരുടെ ഒരു ഐക്യം അദൃശ്യമായി. അതുകൊണ്ടാണ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. ശ്രീ ജേക്കബ് ജനാധിപത്യ കേരള കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ പി ജെ ജോസഫ് അതിന്റെ ചെയർമാൻ ആയിരുന്നെങ്കിൽ ഇന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് എവിടെ ഇരിക്കുമായിരുന്നു? ഇടതുപക്ഷ മുന്നണിയിൽ. ഏതായാലും അങ്ങനെ ഒരു ജോസഫ് ഗ്രൂപ്പിനെ സ്വപ്നം കാണുന്ന നേതാക്കൾ നിൽക്കുകയാണ്. KM മാണിയെ സ്കറിയ തോമസിലൂടെ ഇടതുമുന്നണിയിൽ എത്തിക്കാൻ. ഏതായാലും വളരെയധികം നന്ദി എല്ലാവർക്കും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന്. മാണിയെ ഇടതുമുന്നണിക്ക് ആവശ്യമുണ്ടോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്കറിയ തോമസ് മധ്യസ്ഥനാകാൻ സ്വയം ഒരുങ്ങി ഇറങ്ങുകയായിരുന്നോ എന്ന മറ്റൊരു ചോദ്യം. മാണി ഗ്രൂപ്പ് MLA-മാർ ശക്തമായ അതൃപ്തി പരസ്യമാക്കാൻ തന്നെയാണോ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ തയ്യാറെടുക്കുന്നത്? പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.